ഹായ് ഓൾ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആറ്റമിക് സ്ട്രക്ചറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതായാലും ഡയറക്റ്റ് ടോപ്പിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞ HSC ഒക്കെ ചോദിച്ചതാണ്. അത് നോക്കൂ, ഇതാ ഹൈഡ്രജന്റെ ബാൾമർ ശ്രേണിയിൽ കാണപ്പെടുന്ന തരംഗം ഏതാണ്? ഓപ്ഷൻ എ UV, ബി IR, ഓപ്ഷൻ സി വിസിബിൾ, ഓപ്ഷൻ ഡി റേഡിയോ. ബാൾമർ സീരീസ് ഏത് ശ്രേണിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് റീജിയനിലാണ് വരുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തില് യെസ്, ഏതാണ്? വിസിബിൾ ആണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. ബാൾമർ സീരീസ് വിസിബിൾ റീജിയനിലാണ് എന്ത് കാണപ്പെടുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. UV എവിടെയാണ് കാണപ്പെടുന്നത്? UV ലൈമാൻ സീരീസ് ആണ് അല്ലെ? ലൈമാൻ സീരീസ് ആണ് UV റീജിയനിൽ കാണപ്പെടുന്നത്. ദെൻ വിസിബിളിലാണ് നമ്മുടെ ബാൾമർ സീരീസ്. പിന്നെ ഈ ബാൾമർ സീരീസ് തന്നെ നമുക്ക് എന്ത് H ആൽഫ ഉണ്ട്, H ആൽഫ, H ബീറ്റ, H ഗാമ, ദെൻ H ഡെൽറ്റ. ഓക്കെ, ഇതില് H ആൽഫ കാണപ്പെടുന്ന ഏത് റീജിയനിലാ? നമ്മൾ പറഞ്ഞു ബാൾമർ സീരീസിൽ തന്നെ അത് വിസിബിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ആ വിബ്ജിയോറിന്റെ റീജിയൻ കൺസിഡർ ചെയ്താൽ H ആൽഫ വരുന്നത് ഏത് റീജിയനിലാണ്? H ആൽഫ റെഡിന്റെ റീജിയനിലാണ്. ഓക്കെ, അതുപോലെ H ബീറ്റ വരുന്നത് ഏകദേശം ബ്ലൂ ഗ്രീനിലാണ്. പിന്നെ H ഗാമി, H ഡെൽറ്റ ഒക്കെ വയലറ്റ് റീജിയനിലാണ് എന്ത് കാണപ്പെടുന്നത്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് IR റീജിയനിൽ. IR റീജിയനിൽ വരുന്ന ആരൊക്കെ? പാഷന് വരുന്നുണ്ട്, ദെൻ ബ്രാക്കറ്റ്, അടുത്തത് ഫണ്ട്, പിന്നെ നമ്മൾ ഹംഫ്രിയും പഠിച്ചിരുന്നു. ഓക്കെ, എന്തായാലും ഇത്രയും സീരീസുകൾ വരുന്ന ഏതിലാണ്? IRലാണ്. മാറിപ്പോരുത്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. അപ്പോ അടുത്ത് നോക്കൂ, 61ാമത്തത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഓർബിറ്റലിന്റെ ക്വാണ്ടം സംഖ്യകൾ? നോക്കൂ, ഇതിൽ ഏതാണ് ആൻസർ വരിക? കമന്റ് ചെയ്യൂ. A ആണോ, B ആണോ, C ആണോ, ഏതാണ് വരുന്നത്? നമുക്ക് ഏതായാലും ഓരോന്ന് നോക്കാം. ഓപ്ഷൻ എ ശരിയാണോ നോക്കൂ. ഇവിടെ N = 4, L = 4. അങ്ങനെ വരാൻ പാടോ? ഇല്ല. അതായത് എല്ലിന്റെ വാല്യൂ എല്ലാ സമയത്തും 0 മുതൽ N-1 വരെ വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഇവിടെ 4 വന്നെങ്കിൽ ഇവിടെ എന്ത് L 3 വരാൻ പാടുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ അല്ല, തെറ്റാണ്. ഓപ്ഷൻ ബി ആണോ? ബി പോസിബിൾ ആണോ? നോക്കാം. N-ന്റെ വാല്യൂ 3, L 1 വന്നു, സോ അത് പോസിബിൾ ആണ്. ദെൻ M-ന്റെ വാല്യൂ നമുക്കറിയാം, M എന്ന് പറയുമ്പോൾ +or-L ആണ് വരുന്നത്. അപ്പൊ -1 വരാം. ബി കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയി വരുന്നത്. അതിന് ബാക്കി ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തുകൊണ്ട് അത് ക്യാൻസൽ ആയി നോക്കാം. ഓപ്ഷൻ സി വരുന്നത് നോക്കൂ. സി ആണെങ്കിൽ N3, L 0. ഓക്കെ, 0 വരാൻ കുഴപ്പമില്ല. ദെൻ M-ന്റെ വാല്യൂ എന്ത്? -3 കൊടുത്തത്. അത് ശരിയാണോ? L 0 ആണെങ്കിൽ M എന്തായിരിക്കും? M-ഉം 0 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ സി തെറ്റാണ്. അതുപോലെ ഡി തെറ്റാൻ കാരണം എന്താ? ഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ N2 ആണ്. അതുപോലെ L-ന്റെ വാല്യൂ 4 ആ വന്നത്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. 1 മാക്സിമം വാല്യൂ വരാൻ പാടുള്ളൂ 2 ആണെങ്കിൽ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് പറയൂ, ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യൂ. ഇതും കഴിഞ്ഞ ഫിസിക്കൽ സയൻസ് 2018 ഫിസിക്കൽ സയൻസിലെ ചോദ്യമായിരുന്നു. എന്താണ് ആൻസർ വരിക? ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ H ആൽഫ ലൈനിന്റെ തരംഗദൈർഘ്യം, H ആൽഫന്റെ വേവ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഏതാണ് വരിക? 200 നാനോമീറ്റർ ആണോ? എന്തായാലും നമുക്കറിയാം H ആൽഫ, H ബീറ്റ, H ഗാമ ഏത് റീജിയനിലാണ്? വിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ വിസിബിളിന്റെ ആ ഒരു റേഞ്ച് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് വരും? എന്തായാലും ഓപ്ഷൻ എ അല്ല, അത് കറക്റ്റ് അല്ലല്ലോ. വിസിബിളിന്റെ റീജിയനിൽ വരുന്ന അല്ല, UV റീജിയനിൽ വരുന്നതാണ്. ഇനി ഓപ്ഷൻ ഡി വരുമോ? ഡിയും വരില്ല, വിസിബിളിന്റെ റേഞ്ച് അല്ലത്. ഓക്കെ, ഇനി ബി ആണോ സി ആണോ? ഇതിൽ ഏതാണ് വരിക? പറയൂ. H ആൽഫയാണ്. H ആൽഫ ആണെങ്കിൽ നമുക്കറിയാം H ആൽഫ ഏത് റീജിയനിലാണ് കാണപ്പെടുക?
വിബ്ജിയോറിലെ റെഡിന്റെ റീജിയനിലാണ് എച്ച് ആൽഫന്റെ വേവ്ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് റെഡ് ഏകദേശം വരുന്ന വാല്യൂ അറിയാലോ, 650 നാനോമീറ്റർ ആണ്. കാരണം എന്താ, വിബ്ജിയോറിൽ ഏറ്റവും വേവ്ലെങ്ത് കൂടിയ ആളാരാ? റെഡിനാണ് ഏറ്റവും വേവ്ലെങ്ത് കൂടുതൽ, കുറവ് വയലറ്റിനാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വേവ്ലെങ്ത് കൂടിയ ആൾ എന്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 300 എന്തായാലും വരില്ല, അപ്പൊ ആൻസർ ചെയ്ത് കിട്ടും. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ കറക്റ്റ് വാല്യൂ അറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ കഴിയണം. അപ്പൊ എച്ച് ആൽഫന്റെ വാല്യൂ 650 നാനോമീറ്റർ ആണ്. എച്ച് ആൽഫ വരുന്നത് ഏത് റീജിയനിലാണ്? റെഡിന്റെ റീജിയനിലാണ്. അതുപോലെ എച്ച് ബീറ്റ ആണെങ്കിൽ വരുന്നത് ബ്ലൂ ഗ്രീനിലാണ്. ദെൻ എച്ച് ഗാമ വരുന്നത് ഏതിലാ? എച്ച് ഗാമ അതുപോലെ എച്ച് ഡെൽറ്റ ഒക്കെ ഏകദേശം എന്ത് വയലറ്റ് റീജിയനിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കണ്ടോ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി അടുത്തത്, ഇതും HSC ക്ക് ചോദിച്ചതാണ്, 2016 ചോദ്യം. ഇതിന്റെ ആൻസർ പറയൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതിൽ എന്തോ ഡൗട്ട് ഉണ്ട് പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം. ഒരു ഫോട്ടോണിനും ഇലക്ട്രോണിനും ഒരേ ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യമാണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ്. എന്നാൽ ആകെ ഊർജം, ടോട്ടൽ എനർജിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് ഫോട്ടോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അതായത് ലാംഡ പിയും ലാംഡ പി എച്ച് എന്ന് പറയാം. ഫോട്ടോണിന്റെ ലാംഡ പിയും അല്ലെങ്കിൽ പി എച്ചും, അതുപോലെ ലാംഡ ഓഫ് ഇലക്ട്രോണും എന്താണ്? ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്താ പറയൂ? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ്, ആണല്ലോ ജനറലി. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്തിന്റെ ഇക്വേഷൻ ലാംഡ ഈക്വൽ എച്ച് ബൈ പി ആണ്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പി എന്താ? മൊമെന്റ് ആണല്ലോ. ഇതിൽ മനസ്സിലാണ് കാര്യം എന്താ? ലാംഡ ഫോട്ടോണും ലാംഡ ഇലക്ട്രോണും സെയിം ആണെങ്കിൽ അവിടെ മൊമെന്റ് എന്താണെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോണിന്റെ മൊമെന്റോ ഇലക്ട്രോണിന്റെ മൊമെന്റ് എന്താണ്? സെയിം ആണ് വരുന്നത്. ഓക്കെ, മൊമെന്റത്തിന്റെ കാര്യം നമുക്ക് കിട്ടി, സെയിം ആയിട്ടാണ് വരിക. പക്ഷെ എന്ത് വ്യത്യാസപ്പെടും? മൊമെന്റ് സെയിം ആയാൽ കൈനറ്റിക് എനർജി സെയിം ആവണമെന്നില്ലല്ലോ. ഇവിടെ കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആയിട്ടാണ് വരിക. അപ്പൊ ഇവിടെ നോക്കാം, ഇലക്ട്രോണിനും ഫോട്ടോണിനും സംബന്ധിച്ച് ഇവിടെ കൈനറ്റിക് എനർജി അല്ല ചോദിച്ചിട്ടുള്ളത്, ടോട്ടൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും പറയൂ? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, ഇ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സി പ്ലസ്, അല്ലെങ്കിൽ പി സി ഹോൾ സ്ക്വയർ പ്ലസ് M0 സി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇ സ്ക്വയർ ഈക്വൽ ടു ഈ റൂട്ട് ഒഴിവാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ഇക്വേഷൻ. ഓക്കെ, ഇ സ്ക്വയർ ഈക്വൽ ടു പി സി ഹോൾ സ്ക്വയർ പ്ലസ് M0 സി സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ ഒരു എന്താ ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അതായത് നമുക്ക് ഫോട്ടോണിന്റെ എനർജിയും അതുപോലെ ഇലക്ട്രോണിന്റെ എനർജി ഇതിൽ ഇട്ട് നോക്കാം. അതിൽ ഫോട്ടോണിന്റെ എനർജി കൊടുക്കുമ്പോൾ എന്താണ് വരുന്നത്? നമുക്കറിയാം, ഫോട്ടോൺ മാസ് ഉണ്ടോ? ഇല്ലല്ലോ. ഫോട്ടോൺ റെസ്റ്റ് മാസ് ഉണ്ടോ? M0 ഉണ്ടോ? ഫോട്ടോൺ മാസ്ലെസ് ആണ്. അതുകൊണ്ട് ഫോട്ടോണിന്റെ കേസിൽ ഈ ടേം 0 ആയി പോകും. അതായത് അവിടെ ഇ സ്ക്വയർ ഈക്വൽ ടു പി സി സ്ക്വയർ എന്നാണ് വരിക. അല്ലെങ്കിൽ പറയാം ഇ ഈക്വൽ ടു പി സി എന്നാണ് എവിടെ വരിക? നമ്മുടെ ഫോട്ടോണിന്റെ എനർജി വരുന്നത്. ഓക്കെ, ഫോട്ടോണിന്റെ ടോട്ടൽ എനർജി വരുന്നത് പി സി എന്ന് മാത്രമാണ്. ഈ സെക്കൻഡ് ടേം ഉണ്ടാവില്ല. ഇനി ഇലക്ട്രോണിന്റെ കേസ് ആണെങ്കിലോ, ഇലക്ട്രോണ് മാസ് ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺ മാസ് ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ആ സെക്കൻഡ് ടേം ഇലക്ട്രോണിന്റെ കേസിൽ 0 ആയി പോവോ? 0 ആയി പോയി ടേം 0 ആയി പോവോ? ഇല്ല, അതിന് വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ആ സെക്കൻഡ് ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്ക് എന്ത്, അവിടുത്തെ എനർജി ഇ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ റൂട്ടാണ് വരിക എനർജിന്റെ, അല്ലെങ്കിൽ ഇ സ്ക്വയർ പറയുമ്പോൾ റൂട്ടില്ലാതെ എഴുതാം. എന്തായാലും ഇതാണ് എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാണ് കാര്യം എന്താ? ഇലക്ട്രോണിന്റെ എനർജി ആണെങ്കിൽ ഈ ടേമിന്റെ കൂടെ എക്സ്ട്രാ ഒരു ടേം കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാ വലുത് വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഫോട്ടോണിന്റെ എനർജിയിൽ ഈ സെക്കൻഡ് ടൈം 0 ആയി പോവാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? എനർജി കൂടുതൽ ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് ആരേക്കാൾ കൂടുതൽ? ഫോട്ടോണിന്റെ ചെയ്യുകയാണ് എങ്കിൽ
ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോണും അതുപോലെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഫോട്ടോണും സെയിം ആണ് എങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും എന്താണ്, ഇലക്ട്രോണിനാണ് ഫോട്ടോണിനേക്കാൾ കൂടുതൽ എനർജി. ഇവിടെ എനർജി ടോട്ടൽ എനർജിയാണ് ചോദിച്ചത്, അതുകൊണ്ട് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ എനർജി ഓഫ് ഫോട്ടോൺ. ഓക്കെ അല്ലേ? അതേപോലെ മൊമെന്റത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഈ കേസിൽ മൊമെന്റം പറയുകയാണെങ്കിൽ പറയാൻ പറ്റും എന്താ, മൊമെന്റം ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു മൊമെന്റം ഓഫ് ഇലക്ട്രോൺ. ഇത് ഈക്വൽ ആയി വരാൻ കാരണം എന്താണ്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ലാംഡ ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു ലാംഡ ഓഫ് ഇലക്ട്രോൺ എന്ന് തന്നത്. അത് നമ്മൾ ഡി ബ്രോഗ്ലി എഴുതുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സെയിം ആണ് എന്ന് വരും. അതേസമയം ടോട്ടൽ എനർജി ഇലക്ട്രോണിനാണ് കൂടുതൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മാറിപ്പോരുത്. ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്ത നോക്കൂ, ഇത് ഈ അടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന KWന്റെ എക്സാമിന് വന്നതായിരുന്നു. നോക്കൂ, നെയിം ദ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം കറസ്പോണ്ട് ടു വിസിബിൾ റീജിയൻ. കണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു. വിസിബിൾ റീജിയനിൽ വരുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം ഏതാണ് പറയൂ? യെസ്, ബാൾമർ സീരീസ് ആണ് അല്ലേ? യെസ്, ബാൾമർ സീരീസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്നില്ല. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ, ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ ഫോറസ് ഓർബിറ്റൽ വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ദ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ L? ഫോറസ് ഓർബിറ്റലിന്റെ തന്നിട്ടുള്ളത്, അതിന്റെ എന്താണ് പറഞ്ഞത്, ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ, എല്ലിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫോറസ് ഓർബിറ്റലിന്റെ എല്ലിന്റെ വാല്യൂ എത്രയാ? കമന്റ് ചെയ്യൂ, എത്രയാ വരിക? ഫോറസ് ഓർബിറ്റലാണെങ്കിൽ നമുക്ക് എന്നിന്റെ വാല്യൂ എത്ര വരും? 4 വരും. ദെൻ എസ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എൽ വാല്യൂ എന്താണ്? എസ് ആണെങ്കിൽ എസ് ഓപ്ഷനിലെ എൽ വാല്യൂ എത്ര? ഏതാണ്? 0 അല്ലേ? സോ നമുക്കിവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മാറിപ്പോവരുത്. ഓക്കെ, 0 ആണ് അവിടെ ഫോറസ് ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ വരുന്നത്. എങ്കിൽ ഇതിന്റെ ആൻസർ പറയൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് 3D ഓർബിറ്റൽ ഈസ് കറക്റ്റ്? 3D ഓർബിറ്റലിന്റെ ക്വാണ്ടം നമ്പർ ഏതാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ്? ഏതാണ് വരിക? ഓപ്ഷൻ എ ശരിയാണോ? 3D ആണെങ്കിൽ നോക്കാം, എന്നിന്റെ വാല്യൂ 3 ആണ് വരിക, ശരിയാണ്. അതുപോലെ ഡി ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ ഏത് വരും? 2 ആണ് വരേണ്ടത്. ഓക്കെ, പിന്നെ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം -2 മുതൽ +2 വരെ, അതായത് -2 1 0 1 2. ഇത്രയാണ് എന്ത് 3D ഓർബിറ്റലിന്റെ കേസ്. നമുക്ക് ഇവിടെ ഇതേ രീതിയിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ n=3 l=1 എന്ന് പറഞ്ഞു. അപ്പൊ ഓപ്ഷൻ എ അല്ല, തെറ്റ്. ഓപ്ഷൻ ബി ആണോ നോക്കൂ, ബി ആണോ? n3 l0 വന്നു, അപ്പൊ തെറ്റാണ്. അടുത്തത് ഓപ്ഷൻ സി n3 l3, അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ആൻസർ വളരെ സിമ്പിൾ ആയി കിട്ടി. ഓപ്ഷൻ ഡി n=3 l=2 ആൻഡ് m=1. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനെയൊക്കെ എക്സാമിന് എന്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ആ കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ആവേശത്തിൽ തെറ്റിക്കാൻ പാടില്ല. സിമ്പിൾ ആണ് വിചാരിച്ച് എന്ത് ചെയ്യുക, കറക്റ്റിനെ ശ്രദ്ധയോടെ ചെയ്യുക. ഇതിന്റെ ആൻസർ എന്ത് വരും? The number of orbitals associated with the principal quantum number 3 is. ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3-ല് എത്ര ഓർബിറ്റൽസ് ആണ് പോസിബിൾ? വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓർബിറ്റൽസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം പറയൂ? ആ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, അത് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റും. എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? എത്രയാ? നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? നമുക്ക് n കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ കണ്ടാൽ എന്ത്, അതിലെ ടോട്ടൽ ഓർബിറ്റൽസിന്റെ എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ n 3 ആയതുകൊണ്ട് 3² അല്ലെങ്കിൽ 9 ഓർബിറ്റൽസ് ആണ് ടോട്ടൽ ആയിട്ട് ഉള്ളത് 3-ല്. അത് ശരിയല്ലേ? 9 ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ നമ്മളോട് അതിലെ ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ചോദിച്ചാൽ
നമ്മൾ എന്ത് 2n² ആണ് ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം, അല്ലെങ്കിൽ ഇതിന്റെ ഡബിൾ 18 ഇലക്ട്രോൺസ് ആണ് എന്ത് ടോട്ടൽ അതിൽ കാണപ്പെടുന്നത്. അതായത് 3 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 3s വരും, ദെൻ 3p വരും, 3d വരും. 3f പോസിബിൾ ആണോ? അല്ല, പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ 3dയിൽ ടോട്ടൽ 5 ഓർബിറ്റൽ, പിയില് 3, അപ്പൊ 8 എണ്ണമായി, എസിൽ 1, അങ്ങനെയാണ് 9 വന്നത്. സോ ആൻസർ ഏതാ വരുന്നു? ഓപ്ഷൻ ബി. അടുത്തത് നോക്കൂ, ഇതിന് ആൻസർ ചെയ്ത് വരും 15ാമത്തതിന്റെ. ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് പ്രസന്റ് ഇൻ 4px ഓർബിറ്റൽ. 4px ഓർബിറ്റലിലെ റേഡിയൽ നോഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. എന്ത് വരും ആൻസർ? റേഡിയൽ നോഡ് കമന്റ് ചെയ്യൂ. നമുക്കറിയാം 2 ടൈപ്പ് നോഡുകളില്ലേ? ഉണ്ട്. ഏതൊക്കെയാ? റേഡിയൽ നോഡും ആംഗുലാർ നോഡും. അതിൽ റേഡിയൽ നോഡ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആംഗുലാർ നോഡ് എങ്ങനെ കണ്ടുപിടിക്കാം, അതൊക്കെ പറയൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സിമ്പിൾ ആയിട്ട് ആ ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പറയൂ. അല്ലെങ്കിൽ എന്താണ് നോഡ്? നോഡ് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോണിന്റെ വേവ് കാണപ്പെടാനുള്ള സാധ്യത 0 ആണ്, അല്ലെങ്കിൽ chi² 0 ആണ് വരിക. ഓക്കെ, കിട്ടിയോ? പറയൂ. ഇത് സ്റ്റേഷൻ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഓക്കെ, ഡിഗ്രി ലെവൽ എക്സാമിനായിരുന്നു. അപ്പൊ നോക്കാം. റേഡിയൽ നോഡല്ലേ, 2 ടൈപ്പ് നോഡ് ഉണ്ട് പറഞ്ഞു. നമുക്ക് ടോട്ടൽ നോഡുകളെ എണ്ണം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എന്നിൽ നിന്ന് 1 കുറച്ചാൽ മതി. n-1 നോഡാണ്, അതായത് നമ്മുടെ കോണ്ടന്റ് നമ്പർ, അതായത് പ്രിൻസിപ്പൽ നമ്പർ. അതായത് ഇപ്പൊ n 3 ആണ് വിചാരിച്ചോളൂ. 3 ആണെങ്കിൽ അതിൽ 2 നോഡുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ 4px അല്ലേ? 4px ആണെങ്കിൽ ഇവിടെ n വാല്യൂ എത്രയാണ് വരുന്നത്? n 4 ആണ്. അപ്പൊ ഇവിടുത്തെ നോഡുകൾ എത്ര? മാക്സിമം നോഡുകൾ എത്ര വരും? n-1, അതായത് 4 - 1 3 നോഡുകളാണ് മാക്സിമം ഈ കേസിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി ഇവിടെ ചോദ്യം ഏതാണ്? അവിടെ നിങ്ങൾ മാറി എന്ത് ചെയ്യാൻ പാടില്ല? 3 ഡയറക്റ്റ് കറുപ്പിക്കാൻ പാടില്ല. ഓക്കെ, അത് നമ്മോട് ചോദിച്ചത് എന്താണ്? റേഡിയൽ നോഡാണ് ചോദിച്ചത്. റേഡിയൽ നോഡ് എന്റെ ഇക്വേഷൻ എന്താ? പറയൂ. റേഡിയൽ നോഡാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. റേഡിയൽ നോഡാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ ടോട്ടൽ നോഡ് ഉണ്ടല്ലോ n-1, അതിൽ നിന്ന് എല്ലിന്റെ വാല്യൂ കുറക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇനി നോക്കാം, അല്ലെങ്കിൽ ആംഗുലർ നോഡ് എന്താ നോക്കൂ. ആംഗുലർ നോഡ് എന്താ? അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആംഗുലർ നോഡ് പറഞ്ഞാൽ എല്ലിന്റെ ആ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് ആംഗുലർ നോഡിന്റെ എണ്ണം. ഓക്കെ, അത് മനസ്സിലായോ? അപ്പൊ ആംഗുലർ നോഡിന്റെ എണ്ണം അറിയാൻ ജസ്റ്റ് എന്ത്, ആ എൽ വാല്യൂ അറിഞ്ഞാൽ മതി. റേഡിയൽ നോഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? n-1 നിന്ന് എല്ലിന്റെ വാല്യൂ കുറക്കുക. ഓക്കെ, ഇനി ആ ടോട്ടൽ നോഡാണെങ്കിൽ ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? n-ൽ നിന്ന് 1 കുറച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ നോഡുകളുടെ എണ്ണം കിട്ടും. നമുക്ക് ഇവിടെ റേഡിയൽ നോഡല്ലേ ചോദിച്ചത്. ഇനി റേഡിയൽ നോഡ് കണ്ടുപിടിക്കാം. എത്ര വന്നത്? ഇവിടെ 4p അല്ലേ? 4px അല്ലെങ്കിൽ 4py എന്താവട്ടെ, 4px. ഓക്കെ, അപ്പൊ p ആയതുകൊണ്ട് എല്ലിന്റെ വാല്യൂ എത്രയാണ് വരിക? എല്ല് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 4-ൽ നിന്ന് 4 - 1 3 വന്നു. 3-ൽ നിന്ന് 1 കുറച്ചാൽ 2 ആണെന്ത്? നമ്മുടെ റേഡിയൽ നോഡിന്റെ എണ്ണം. ഓക്കെ, അവ കിട്ടിയ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ റേഡിയൽ നോഡിന്റെ 4px-ലെ റേഡിയൽ നോഡിന്റെ എണ്ണം എത്ര വരുന്നത്? എണ്ണം റേഡിയൽ നോഡാണെങ്കിൽ നമുക്ക് 2ഉം, അതുപോലെ ആംഗുലാർ നോഡാണെങ്കിൽ എത്ര എണ്ണം വരും? ആംഗുലാർ നോഡ് 1 ആണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഇനി ആ ആംഗുലർ, നമ്മളിപ്പോ 4px ആണെങ്കിൽ നമ്മളിപ്പോ സോറി ഒരു px ഓർബിറ്റിൽ നമ്മളിപ്പോ x ആക്സിലൂടെ അല്ലേ വരക്കുക. ഓക്കെ, ഇങ്ങനെയാണല്ലോ നമ്മൾ നോർമലി വരച്ചിരുന്നത് അല്ല? ഇതല്ല നമ്മുടെ px-ന്റെ ചിത്രം വരിക, അല്ലെങ്കിൽ ഷേപ്പ് വരുന്നത്. ഇതിൽ നോക്കുക, ഇതാണെന്ത്? ഇതാണ് എന്റെ ആംഗുലർ നോഡ്, ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ റീജിയനിൽ എന്തുണ്ടാവില്ല? ഇലക്ട്രോണെ കാണപ്പെടില്ല. അതേപോലെ ഇനി റേഡിയൽ നോഡ് പറഞ്ഞാൽ ഇവിടെ ശരിക്കും എന്ത് വരും? ഇങ്ങനെ ഒരു റീജിയൻ വരും. അതുപോലെ 2 റേഡിയൽ നോഡ് ഉണ്ട് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഈ സർക്കിളിന്റെ റീജിയനിലും, അല്ലെങ്കിൽ എന്ത് ഈ റീജിയനിലും എന്ത് കാണപ്പെടില്ല? ഇലക്ട്രോണിനെ കാണപ്പെടില്ല. ഓക്കെ,
അത് നിങ്ങൾ 3D ആയിട്ട് നോക്കുമ്പോൾ അതിന്റെ ഒരു കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ. ഇത്ര കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട, ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതിയാവും. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വേഗം ചെയ്യൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പർ ഈസ് അലൗഡ്? ഇതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞ കോണ്ടന്റ് നമ്പേഴ്സിന്റെ സെറ്റ് ഏതാണ്? ഏതാ വരിക? ഓപ്ഷൻ എ ആണോ? നോക്കാം. എ ആണെങ്കിൽ n=3, l=3. അത് പോസിബിൾ അല്ല, തെറ്റ്. അടുത്തത് n4 ആണ്, ശരിയാണ്. l1 വരാം, കുഴപ്പമില്ല. എമ്മിന്റെ വാല്യൂ -2 വരാൻ പാടില്ല. അതായത് എല്ലിന്റെ വാല്യൂ +or- l അല്ലേ എമ്മിന്റെ വാല്യൂ, അപ്പൊ അത് തെറ്റ്. സി ആണോ? n4 ആണ്, l3 വരാൻ കുഴപ്പമില്ല. ml -3 വന്നു, അത് ശരിയാണോ? കമന്റ് ചെയ്യൂ. ശരിയല്ലേ? ശരിയാണ്, ശരിയാണ്. യെസ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. പിന്നെ ഡി തെറ്റാൻ കാരണം എന്താ? n4ഉം l4ഉം വന്നു, അപ്പൊ അതിന് വരാൻ പാടില്ല. അപ്പൊ ആൻസർ കിട്ടി. ദെൻ അടുത്തതിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ നമ്മുടെ ഫിംഗർ പ്രിന്റിന്റെ എക്സാമിന് വന്നതാണ്. ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഏത് ഓപ്ഷന് വരിക? നിങ്ങൾ പറയൂ. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പം നമുക്ക് എക്സാമിന്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഒരുപാട് ഡെപ്തിലേക്ക് നോക്കണ്ട, പക്ഷെ ബേസ് എന്തായാലും സിലബസിൽ പറഞ്ഞ പോയിന്റുകളുടെ ബേസ് അത് തലങ്ങും വിലങ്ങും എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറിയണം. ഓക്കെ, ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യൂ. 44ാമതിന്റെ ആൻസർ എ ആണോ, ബി ആണോ, സി ചേരുമ്പടിയാണോ? നോക്കാം. ലെയ്മാൻ സീരീസ് ഏത് റീജിയനിലാ? ലെയ്മാൻ അൾട്രാ വയലറ്റ് ആണ് അല്ലേ? ലെയ്മാൻ അൾട്രാ വയലറ്റ് ആണ്. ഓക്കെ, അടുത്തത്. അപ്പൊ 1, 4 വരുന്നത് ഓപ്ഷൻ നോക്കാം. 1, 4 വരുന്നവരാ? സി. അപ്പൊ എ എന്തായാലും തെറ്റാണ്, അതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടി. ബി തെറ്റാണ്. സി 1, 4 വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, ബാക്കി ഓപ്ഷൻ കൂടി നോക്കാം. ഇനി പാഷൻ ഏത് റീജിയനിലാണ് വരുന്നത്? പാഷന് IR ആണ്. IR തന്നെ നിയർ ഇൻഫ്രാറെഡ് ആണ് വരുന്നത് അല്ലേ? ഇനി ബാൾമർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നു, വിസിബിൾ റീജിയൻ ആണ്. ദെൻ ഫണ്ട് എന്ന് പറയുമ്പോൾ യെസ്, ഫാർ ഇൻഫ്രാറെഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ വരുന്ന ഏതൊക്കെ നോക്കാം. 2, 3 വന്നത് ഇവിടെ നോക്കൂ. അതിൽ ഏതൊക്കെ വരുന്നത് നോക്കൂ. ലെയ്മാന് ഓക്കെ 1, 4 വന്നു. പിന്നെ 2, അതിൽ 2, 2 എന്നാ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല, IRന്റെ റീജിയൻ തന്നെയാണ്. എന്തായാലും ഇനി നിയർ ഇൻഫ്രാറെഡ് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്, നോക്കാം. അടുത്തത് 3ാമത്തത് ബാൾമർ സീരീസ് വിസിബിൾ ആണ് വന്നത്. ഓക്കെ, അപ്പൊ 3ൻ്റെത് നമുക്ക് എന്ത് ചെയ്യാം, 5ലേക്ക് കൊടുക്കാം. ദെൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫാർ ഇൻഫ്രാറെഡ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എന്ത് തന്നെയാണ്? ഓപ്ഷൻ സി ആണ്. നമുക്ക് ഒറ്റ പോയിന്റ് തന്നെ കിട്ടുമായിരുന്നു, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് എന്ത് ഓരോന്ന് പറയുന്നത്. കാരണം എന്താ, ഇവിടെ നോക്കുക, 1ാമത്തെ ഓപ്ഷൻ കറക്റ്റ് 4ലേക്ക് എന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എ വെട്ടാം, ബി വെട്ടാം, ഡിയും വെട്ടാം. അപ്പൊ ഇതിന് ആൻസർ സി കിട്ടി. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നോക്കൂ. ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യൂ. When 3D orbitals are completely filled, the new electron will enter into. പറയൂ, ഇതിന്റെ ആൻസർ എന്ത് വരും? ഡയറക്റ്റ് ചോദ്യം. When 3D orbitals are completely filled, the new electron will enter into. ഈ ക്വസ്റ്റ്യൻ ഏതാ അറിയോ? നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസിന് ചോദിച്ചതാണ്. ആൻസർ പറയൂ. 3D ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ആരാ? അടുത്തത് കമന്റ് ചെയ്യൂ. ഫോറസ് ആണോ? അല്ല, ഫോറസ് നമുക്കറിയാം, ഫോറസ് 3Dന്റെ മുമ്പിലല്ലേ വരിക. ഓക്കെ, ഫോറസ് അല്ല. ദെൻ 4P ആണോ? യെസ്, 4P ആണ് വരുന്നത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ബുദ്ധിമുട്ടില്ല. നമ്മള്
N+L റൂള് പഠിച്ചിരുന്നു. N+L റൂള് പഠിച്ചിരുന്നു. അതായത് N+L വാല്യൂ കൂടുതലാണെങ്കിൽ അതിനെന്ത് കിട്ടും? കൂടുതൽ ഹയസ്റ്റ് എനർജി ഉള്ള സ്റ്റേറ്റ് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നുള്ളൂ. നോക്കാം. ഇവിടെ 3D ഓർബിറ്റിലാണെങ്കിൽ 3Dന്റെ വാല്യൂ ഏതൊക്കെ? Nന്റെ വാല്യൂ 3D ആണെങ്കിൽ N3യും അതുപോലെ L2 ആണ് വരുന്നത്. അപ്പോൾ N+Lന്റെ വാല്യൂ എത്ര വന്നു? 5 വന്നു. ഓക്കെ, ഇനി 4s ഓർബിറ്റിലാണെങ്കിൽ നോക്കാം. 4s ഓർബിറ്റിലാണെങ്കിൽ അവിടെ Nന്റെ വാല്യൂ എത്ര? 4ഉം Lന്റെ വാല്യൂ 0ആണ്. അപ്പൊ നോക്കുക, 4 ആണ് വന്നത്. അപ്പൊ ഈ 3Dയിലേക്കാൾ കുറവല്ല ആർക്ക് വരിക? 4sന് വരിക. അതിൽ നിന്ന് മനസ്സിലാക്കാലോ. ഇനി നമുക്ക് 4p നോക്കാം. 4p ആണെങ്കിൽ അതിന്റെ N+L വാല്യൂസ് എങ്ങനെ വരും? പറയൂ. 4p ആണെങ്കിൽ അവിടെ Nന്റെ വാല്യൂ 4ഉം പിയുടെ വാല്യൂ 1ഉമാണ്. അപ്പൊ 5 വന്നു. ഓക്കെ, അത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാണ് കാര്യം. 3Dയുടെയും 5 വന്നു, 4pയുടെയും 5 വന്നു. ഓക്കെ, അങ്ങനെ സെയിം ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഹയസ്റ്റ് എടുക്കേണ്ട ഏതിലാണ്? ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് പറയുമ്പോൾ Nന്റെ വാല്യൂ കൂടുതൽ ഏതിലാണ് വരുന്നത്? അതിലായിരിക്കും എന്ത് വരിക? കൂടുതൽ അല്ലെങ്കിൽ ഹയസ്റ്റ് എനർജി അതിനായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ Nന്റെ വാല്യൂ എന്താണ്? 4 ആണ് വന്നത്. 3Dയിലാണെങ്കിൽ ഇവിടെ Nന്റെ വാല്യൂ 3 ആണ്. അപ്പൊ ഹയസ്റ്റ് എനർജി ആർക്കായിരിക്കും? 4pക്കായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഏത് ഓർബിറ്റിൽ തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ എനർജി ലെവൽ ഉള്ളതും അല്ലെങ്കിൽ ചെറിയ എനർജി ലെവൽ ഉള്ളതും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അടുത്ത നോക്കൂ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അടുത്ത പറയൂ. അടുത്തതിന് ആൻസർ. വാട്ട് ഡസ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സിഗ്നിഫൈ? അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ MLന്റെ സിഗ്നിഫിക്കേഷൻ ആണ് ചോദിച്ചത്. ML പറയൂ, എന്താണ്? പറയൂ. ഷേപ്പ് ആണോ? ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണോ? അല്ല. ഷേപ്പ് ഏത് വെച്ചാണ് നമ്മൾ നോക്കുന്നത്? ഷേപ്പ് നോക്കുന്നത് L വാല്യൂ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് എന്ത് ഷേപ്പ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ആണോ? ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ആണോ പറയുന്നത്? അതോ ഇനി ഓപ്ഷൻ ഡി നോക്കൂ. സൈസ് ഓഫ് ഓർബിറ്റൽ, ഓർബിറ്റലിന്റെ സൈസ് പറയുന്നത് ആണോ? അതൊക്കെ ഏതാണ്? N വാല്യൂ വെച്ചിട്ടില്ലേ നമ്മൾ എന്ത് സൈസ് ഒക്കെ പറയുന്നത്? അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഓക്കെ അല്ലേ? അപ്പൊ MLന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ എന്താണ്? അതെന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ആണ് എന്ത് ML വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇതിന്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതിന്റെ ആൻസർ പറയൂ. ഇത് ഈ വർഷം നടന്ന നീറ്റ് എക്സാമിന്റെ ചോദ്യമാണ്. നമ്മളിപ്പോ ഇനി കുറച്ച് എന്താ പറയാ MCQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നീറ്റ് എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് കാരണം എന്താ വെച്ചാല് നമുക്ക് ഇതിനു മുമ്പ് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിൽ നിന്ന് അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ JEE ലെവലൊന്നും നമുക്ക് ചോദ്യം വന്നിട്ടില്ല, പക്ഷെ നീറ്റ് ലെവലൊക്കെ മേ ബി എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇതിന്റെ ആൻസർ എന്ത് വരും? The ratio of the wavelengths of the light absorbed by a hydrogen atom when it undergoes N equal to 2 to N equal to 3 and N equal to 4 to N equal to 6 transitions respectively is. അതായത് നമ്മളോട് വേവ് ലെങ്ത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ലാംഡ 2ൽ നിന്ന് 3ലേക്ക് പോകുന്ന സമയത്തുള്ള വേവ് ലെങ്ത്തും അതുപോലെ ലാംഡ 4ൽ നിന്ന് 6ലോട്ട് പോകുമ്പോൾ ഉള്ള വേവ് ലെങ്ത്തിന്റെ ആ റേഷ്യോ ആണ് ചോദിച്ചത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും? പറയൂ, ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യാം? ലാംഡയും N തമ്മിൽ വരുന്ന ഇക്വേഷൻ ഏതാ? നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? റിഡ്ബർഗ് ഇക്വേഷൻ യൂസ് ചെയ്തൂടെ? പറ്റില്ലേ? നമ്മൾ റിഡ്ബർഗിന്റെ ആ ഇക്വേഷൻ എന്താ? ഫോർമുല എന്താ പറയുന്നത്? 1/λ ഈക്വൽ ടു RH ഇൻറ്റു റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഓക്കെ, RH ഇൻറ്റു 1/N1 സ്ക്വയർ മൈനസ് 1/N2 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ലാംഡ 2/3 എത്ര വരുന്നു നോക്കൂ. ലാംഡ 2/3 ഫസ്റ്റ് നമ്മൾ അതാ നോക്കുന്നത്. ലാംഡ 2/3 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം 1/λ നോക്കാം. എത്ര വരുന്നത്? RH നോട്ടെ, നമുക്ക് ആ ബ്രാക്കറ്റിൽ നോക്കാം. 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ. ഇത് എത്ര വരും? 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ പറയുമ്പോൾ 1/4 മൈനസ് 1/9.
ഓക്കെ, അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 5/36 ആണെന്ത് 1/λ വരുന്നത്. അപ്പൊ നമുക്ക് ലാംഡ 2 to 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അത് എത്ര വന്നത്? 36/5 ആണ് ഏത് വന്നത്? ലാംഡ 2/3 വന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലാംഡ 4 to 6 അത് എത്ര വരുന്നതെന്ന് കമന്റ് ചെയ്യൂ. സിമ്പിൾ ചോദ്യമാണ്, പറയൂ എത്രയാ വരുന്നത്? ലാംഡ 4 to 6 എത്ര വരുന്നത്? ലാംഡ 4 to 6 അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യം അതിന്റെ 1/λ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1/4 സ്ക്വയർ, അത് 1/16 മൈനസ് 1/6 സ്ക്വയർ 36. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 മൈനസ് 16 അതായത് 20 ഡിവൈഡ് ബൈ എത്ര വരുന്നു? 20 ഡിവൈഡ് ബൈ 16 × 36. നമുക്ക് ഇവിടെ തന്നെ വെട്ടിക്കളയാം. ഈ 20യും 16ഉം വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 4 വരും, ഇവിടെ 5 വരും. ഓക്കെ, അത് നമുക്ക് കിട്ടുന്നത് എത്ര ലാസ്റ്റ് വരുന്നത്? ലാംഡയുടെ വാല്യൂ എത്ര വരും? ലാംഡ 4ൽ നിന്ന് 6ലോട്ട് പോകുന്ന സമയത്ത് ലാംഡയുടെ വാല്യൂ വരുന്നത് എത്രയാണ്? 36 ഡിവൈഡ് ബൈ മുകളിൽ 4 ഉണ്ട് അല്ലേ? 36 × 4 ഡിവൈഡ് ബൈ 5 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 2 ലാംഡകൾ കിട്ടി. ഇനി അതിന്റെ റേഷ്യോ നിങ്ങൾക്ക് സിമ്പിളായി കണ്ടുകൂടെ? നമുക്ക് ലാംഡ 2 to 3 വരുന്നത് 36/5ഉം ലാംഡ 4 to 6 വരുന്നത് 36 × 4 ഡിവൈഡ് ബൈ 5 ആണ്. ഞാൻ ഇപ്പൊ നമുക്ക് വെട്ടിക്കളയാൻ ചെയ്യുന്നത്. ഓക്കെ, ആ റേഷ്യോ എത്ര വരും നോക്കാം. ലാംഡ 2 3 ഡിവൈഡ് ബൈ ലാംഡ 4 6 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, എത്ര വരും? നമുക്ക് 36/5 പിന്നെ ഇത് ഇത് ഡിനോമിനേറ്ററിൽ വരും, അപ്പൊ തിരിച്ച് ചെയ്താ അപ്പൊ ഇൻറ്റു 5 ഡിവൈഡ് ബൈ 36 × 4 വരും. ഇനി സിമ്പിളായി വെട്ടിക്കളഞ്ഞൂടെ? വെട്ടിക്കളയുമ്പോൾ എത്ര വരും? അതായത് 36ഉം നമ്മൾ കട്ട് ചെയ്തു, അതുപോലെ 5ഉം കട്ട് ചെയ്തു, ലാസ്റ്റ് റിമൈനിങ് 1/4 മാത്രമാണ്. അപ്പൊ റേഷ്യോ എത്ര കിട്ടി? 1/4 കിട്ടി. ഓക്കെ അല്ലേ? ആ പ്രോബ്ലം ചെയ്യണ മെത്തേഡ് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 1/4 ആണ്. അപ്പൊ ഇവിടെ ആ മെത്തേഡ് മാത്രം നിങ്ങൾ അറിഞ്ഞു വെക്കുക. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി പറയാം. 1/λ ഈക്വൽ ടു റിഡ്ബർ കോൺസ്റ്റന്റ് RH × 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് റെസിപ്രോക്കൽ എടുക്കാൻ മറക്കരുത്, കാരണം 1/λ വേവ് നമ്പർ ആണ്, നമുക്ക് വേവ് ലെങ്ത് വേണ്ടത്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് 1/4 റേഷ്യോ കിട്ടിയത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് പറയൂ. ഇതും 2024 നീറ്റിന്റെ ചോദ്യം. ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫോർ ഹീലിയം പ്ലസ് അയോൺ ഈസ് -x ജൂൾ. Then that for an electron in n equal to 2 state for beryllium 3 plus ion in joule is. അതായത് നമുക്കിവിടെ ഹീലിയം അയോണിന്റെ എനർജി വന്നിട്ടുണ്ട് -x എന്ന്. ഓക്കെ, ഏത്? അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹീലിയം He+ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. എനർജിയുടെ വാല്യൂ -x ജൂൾ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? ബെറിലിയം 3+ന്റെ Be3+ന്റെ ആണ് ചോദിച്ചത്. എവിടെ? n equal to 2ല്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കും പറയൂ? നമ്മള് ഹൈഡ്രജന്റെ മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കുന്ന ഇക്വേഷൻ ഏതാ? എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ മൈനസ് അല്ലെങ്കിൽ എന്ത് 13.6 ആ ഇക്വേഷൻ പഠിച്ചിട്ടില്ല? എനർജി ഹൈഡ്രജന്റെ ഒക്കെ ആണെങ്കിൽ -13.6/n² എന്നാണ് ഹൈഡ്രജന്റെ പഠിക്കുന്നത്. ഇനി ഹൈഡ്രജനിലേക്ക് അയോൺസ് അല്ലെങ്കിൽ ആറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? -13.6 മുകളിൽ ഒരു Z² വരും, ഇല്ലേ? വരും. അതായത് ഹീലിയം ആണെങ്കിൽ അവിടെ ഇസഡിന്റെ വാല്യൂ എത്ര വരിക? അവിടെ ഹീലിയം 2 ആണല്ലോ, അപ്പൊ അവിടെ ഇസഡിന്റെ വാല്യൂ 2 കൊടുക്കണം. അതുപോലെ അവിടെ കൊടുത്ത എന്നിന്റെ വാല്യൂ എത്രയാണോ അതാണ് താഴെ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അത് നമുക്ക് ഓരോന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ആദ്യം ഈ He+ന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെറിലിയത്തിന്റെ കണ്ടുപിടിക്കാം. അപ്പൊ He+ന്റെ വരുമ്പോ എനർജി എങ്ങനെ വരും പറയൂ? He+ന്റെ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ആ റിലേഷൻ മതി നോക്കാം. ഓക്കെ, Z² ഡിവൈഡ് ബൈ n². ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇസഡിന്റെ വാല്യൂ
എച്ച് ഹീലിയം ആയതുകൊണ്ട് ഇസഡിന്റെ വാല്യൂ എത്ര വരും? 2 ആണ്. അപ്പൊ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ, പിന്നെ ഇവിടെ n ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് എന്നിന്റെ വാല്യൂ 1 സ്ക്വയർ വരും. ഓക്കെ, അതായത് അർത്ഥം എന്താ? 4 ആണെന്ത് ഇവിടെ വാല്യൂ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നോക്കാം എന്താണ് 4 ടൈംസ് ആണ് ഇവിടുത്തെ നമ്മുടെ ഹീലിയം അയോണിന്റെ എനർജി വരുന്നത്. ഓക്കെ, അതാണ് ജസ്റ്റ് എന്ത് നമുക്ക് തന്നിട്ടുള്ളത്, -x തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബെറിലിയം 3+ കണ്ടുപിടിക്കണം. അത് എത്രയാണ് വരുന്നത് ചെയ്ത് നോക്കൂ. എനർജി ഓഫ് ബെറിലിയം 3+ എത്ര വരും? യെസ്, നോക്കാം. അതിന്റെ ഇസഡിന്റെ വാല്യൂ എത്രയാണ്? ബെറിലിയത്തിന്റെ ഇസഡ് എത്രയാ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. ബെറിലിയം പറയുമ്പോൾ ഇസഡ് 4 വരുന്നത്. ആണോ? 4 വരുന്നത്. നോക്കാം. അതായത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇസഡിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. അതായത് 4ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ പറയുമ്പോൾ ഇവിടെ n എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? n = 2 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2ന്റെ സ്ക്വയർ അല്ലേ വരിക? 2 സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 4 ജൂൾ ആണ് വരുന്നത്. ഓക്കെ, ഞാൻ -31.6 ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. എന്തായാലും ആ ഫ്രാക്ഷൻ മാത്രം ആലോചിക്കുക. 4 ആണ് ഇവിടെ വന്നത്. നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നു? 4 തന്നെ വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് വരും? അതിന്റെ അർത്ഥം എന്താ? എത്രയാണോ ഇവിടെ നമ്മുടെ ഹീലിയത്തിന് He+ ഉള്ളത്, അതേ എനർജി ആയിരിക്കും ആർക്കും ഉണ്ടാവുക? ബെറിലിയത്തിന് ഉണ്ടാവുക. അല്ലേ? കാരണം ഇതിന്റെ രണ്ടിനും റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ രണ്ടിലും 4 ആണ് വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ തന്നെ വരും. അല്ലേ? ഇത് കിട്ടിയത് മനസ്സിലായോ? അപ്പൊ ആൻസർ ഓപ്ഷൻ എ -x. ഓക്കെ, ഇത് കിട്ടാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യാന്ന്, നമ്മളിപ്പോ സ്പീഡ് പറയാൻ കാരണം അറിയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ രണ്ടാമതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? പിന്നെ ഇതേപോലെ സിമിലർ ആയിട്ട് എനർജി വരുന്ന വേറെ കേസ് ഉണ്ടോ? ഒരു എക്സാമ്പിൾ ഇതല്ല, ജസ്റ്റ് വേറെ ഞാൻ പറയാണ്. ഹൈഡ്രജന്റെ എനർജി ഇപ്പോ എന്താ പറയാ 20 ജൂൾ ആണെന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ -20 എന്തെങ്കിലും ആവട്ടെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ഇപ്പൊ XY ഇടാം. ഓക്കെ, ഹൈഡ്രജൻ്റെത് x ജൂൾ ആണ് കിട്ടിയത്. ഓക്കെ, -x ജൂൾ ആണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് ഹീലിയത്തിന്റെ വാല്യൂ എപ്പോഴാണ് സെയിം ആയിട്ട് വരിക? He+ കേട്ടോ, He+ ആകുമ്പോഴാണല്ലോ കറക്റ്റ് ചെയ്യേണ്ടത്. He+ ആകുമ്പോൾ അത് സെയിം ആയിട്ട് വരണമെങ്കിൽ അവിടെ നോക്കാം. നമുക്കറിയാം ഇതിന്റെ റിലേഷൻ വരുന്നത് എനർജി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു Z²/n² ആണ്. ഓക്കെ, He+ന്റെ Z² പറയുമ്പോൾ 2 സ്ക്വയർ, അതായത് 4 ഡിവൈഡഡ് ബൈ ന്റെ വാല്യൂ എന്ത്? 4 വന്നാലല്ലേ ഈക്വൽ ആയിട്ട് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വരുള്ളൂ. അതായത് 4 അല്ലെങ്കിൽ എന്ത് ന്റെ വാല്യൂ എന്ത് വരണം? 2 വരണം. ഓക്കെ, 2 വന്നാൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് 1 ജൂൾ എന്ന് കിട്ടും. അല്ലെങ്കിൽ പറയാൻ പറ്റും എന്താ, ഹൈഡ്രജന്റെ അതേ വാല്യൂ തന്നെയാണ് ആർക്കുള്ളത്? He+ ഉള്ളത് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കേണ്ടത് നോക്കാം. അതായത് ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഹൈഡ്രജന്റെ അതേ എനർജി ആയിരിക്കും ആർക്കുണ്ടാവുക? n=2 സ്റ്റേജിൽ കിടക്കുന്ന He+ ഉണ്ടാവുക. ഇതേ എനർജിയാണ് ആർക്കുള്ളത്? n=3, യെസ് 3 ഉള്ള ലിഥിയം 3+ ഉള്ളത്. ഓക്കെ, ലിഥിയം 2+ ആണ് കേട്ടോ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം അല്ലേ? n=, ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ദെൻ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബെറിലിയത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിന്റെ ആൻസർ വേഗം പറയൂ. ഇതില് ജസ്റ്റ് ചേരുംപടി ml എന്ന് പറഞ്ഞാൽ ഏത് കറസ്പോണ്ടിങ്ങാ? ഓപ്ഷൻ എ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആരാണ്? ml പറയുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഏതാണ്? ഷേപ്പ് ആണോ, സൈസ് ആണോ, ഓറിയന്റേഷൻ ആണോ? നമുക്കറിയാം ഓറിയന്റേഷൻ ആണ്. അപ്പൊ യെസ്, A 3 ആണ് വരുന്നത്. പിന്നെ ബി വരുന്നത് MS വരുന്നത് സ്പിൻ ആണ് അല്ലെ? സ്പിൻ കോണ്ടന്റ് നമ്പർ. ഓക്കെ, ദെൻ എൽ വാല്യൂ വരുന്നത് ആരാണ്? ഷേപ്പ് ആണ്. ഓക്കെ, പിന്നെ സൈസ് ഓഫ് ഓർബിറ്റൽ. യെസ്, കറക്റ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ ആൻസർ ഇതിന്റെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ അടുത്ത ചോദ്യം ഇത് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ നീറ്റിന്റെ വർക്കൗട്ട് ചെയ്യണത് ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം പല മോഡൽ ചേരുമ്പടി വരുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, പറയൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ നോക്കൂ. ദ എനർജി ഓഫ് ദ He+ ion in N=2 state is same as the energy of hydrogen atom in N=1 state. ഈ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അല്ലേ? യെസ്, കറക്റ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എനർജി ഓഫ് ഹൈഡ്രജൻ ഇൻ ഫസ്റ്റ് സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താ, അത് തന്നെ ആയിരിക്കും ആർക്കും ഉണ്ടാവുക, നമ്മുടെ He+ ഏതില്, He+ സെക്കൻഡ് ഓർബിറ്റിൽ ഉണ്ടാവണം. ഓക്കെ, He+ എന്നിന്റെ വാല്യൂ ഇവിടെ 2 ആണെങ്കിൽ ഓക്കെ ആണല്ലോ. അതേപോലെ നമുക്ക് പറയാൻ പറ്റും തേർഡ് ഓർബിറ്റിലുള്ള ലിഥിയം 2+. ഓക്കെ, Li2+ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റും. കാരണം ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്ര വരുന്നത്, 3 ആണ്. അപ്പൊ 3² ഡിവൈഡ് ബൈ N 3 ആകുമ്പോൾ അടിയും 3² വരും. അവ വെട്ടി പോകുമ്പോൾ നമുക്ക് എന്ത് 1 ആണ് വരിക. അപ്പൊ അത് കറക്റ്റ് കിട്ടും. അതുപോലെ ബെർലിയത്തിന്റെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ, ബെർലിയത്തിന്റെ ആണെങ്കിൽ ഏത് ഓർബിറ്റിലാണ് വരിക, ഫോർത്ത് വരില്ലേ, ഫോർത്ത് Be3+. കാരണം എന്താ, നമുക്ക് ആ റിലേഷൻ നോക്കുക, ഈസ് പ്രൊപ്പോർഷണൽ ടു Z² ഡിവൈഡ് ബൈ N² ആണ് അല്ലെ. ബെർലി ആണെങ്കിൽ Z4 ആണ് വരിക, 4² ഡിവൈഡ് ബൈ ഫോർത്ത് ഓർബിറ്റ് പറയുമ്പോൾ 4² തന്നെ വരും. അത് വെട്ടി പോകുമ്പോൾ 1 വരും. ഓക്കെ, അപ്പൊ ഇനി ഏത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയണം. അത് ഒരേ എനർജി സ്റ്റേറ്റ് ഉള്ള ആളുകൾ ആരൊക്കെയാണ്, ഒന്ന് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം N=1 സ്റ്റേറ്റുള്ള അതിന് കറസ്പോണ്ടിങ് ആണ് ആര്, He+ ion in സെക്കൻഡ് ഓർബിറ്റ്. അതുപോലെ Li2+ ion in തേർഡ് ഓർബിറ്റ്. ദെൻ ബെറിലിയം 3+ ion in ഫോർത്ത് ഓർബിറ്റ്. ഓക്കെ, ഇതിനൊക്കെ എനർജി സെയിം ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. അടുത്ത നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്, ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം. നമ്മളെ ഹൈസൻബർഗിന്റെ പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഇത് കറക്റ്റ് ആണോ? പോസിബിൾ ആണോ? ശരിക്കും വായിച്ചു നോക്കൂ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ. അങ്ങനെ പറ്റുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നല്ല പറഞ്ഞത് അല്ലേ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ എഴുതാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ simultaneously and precisely the exact position and momentum of an electron in the hydrogen atom. അല്ലേ? അതായത് നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു, അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ അതെന്താ, Δx. അതേ ഇൻറ്റു അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും, h/4π. ഇതല്ലായിരുന്നു നമ്മള് അൺസർട്ടൈനിറ്റി ഇക്വേഷൻ പഠിച്ചത് അല്ലേ? ഇനി ഇത് മൊമെന്റ് നമ്മൾ വെലോസിറ്റി ടേംസ് പറയുകയാണെങ്കിൽ Δx ഇൻറ്റു Δv ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm എന്ന് വരും. ഓക്കെ, പിന്നെ എനർജിന്റെ ടേംസ് പറയുകയാണെങ്കിൽ ΔE ഇൻറ്റു ΔT ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഓക്കെ, അപ്പൊ ഏത് ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. അതായത് ΔE എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ എനർജി, Δt എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ ടൈം. ഓക്കെ, Δx എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ, ദെൻ Δp എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ മൊമെന്റ് ആണ് വരിക, Δv നമ്മുടെ വെലോസിറ്റിയിലെ അൺസർട്ടൈനിറ്റി ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ ആൻസർ ഏത് വരും പറയൂ. നമുക്ക് കിട്ടിയത് എന്താണ്, ഓപ്ഷൻ എ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. അത് ഏതാ വരുന്നത്, ഓപ്ഷൻ എ ആണോ? എ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്, അത് തെറ്റാണ്. ഇനി ബി എന്താ പറയുന്നത്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻ ഫാൾസ്, അത് തെറ്റല്ലേ? അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ്. കാരണം എന്താ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. 2 ഫാൾസ് ആകാൻ കാരണം എന്താണ്, ഇവിടെ പോസിബിൾ എന്നാ പറഞ്ഞത്, ശരിക്കും എന്താണ്, ഇംപോസിബിൾ ആണ്. ഏത് ലോ ആണ്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ ആണ്, ഹൈസൻബർഗിന്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇത് നോക്കൂ, ഇതൊന്നുകൊണ്ട് വേറെ രീതിയിൽ ചോദിച്ചു. ദ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് 4 ഇലക്ട്രോൺസ് ആർ ഗിവൺ ബിലോ. നമുക്ക് 4 ഇലക്ട്രോൺസിന്റെ 4 ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓക്കെ. ഇനി അതിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല്
the correct decreasing order of energy of these electron is. ഇതിന്റെ ഡിക്രീസിങ് ഓർഡർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എനർജിയുടെ അനുസരിച്ച്. അപ്പൊ ഇതിൽ ഓരോന്നും നമുക്ക് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം. ആദ്യം ഒന്നാമത്തെ ഏതാ വരിക? ഏത് ഓർബിറ്റിലാണ് വരുന്നത്? n ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ 4. ഓക്കെ, 4. ദെൻ L2 പറഞ്ഞാൽ അത് ഏതാണ്? ഏത് സബ്ഷെല്ല? S ആണോ P ആണോ D ആണോ? L2 വരുന്നത് D അല്ലേ? 4D ആണ്. ഓക്കെ, അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. 4D ആണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ ആൾ ഏതാ വരുന്നത്? N3 L2. N3 പറഞ്ഞാൽ 3, L2 പറഞ്ഞാൽ 3D ആണ് വരുന്നത് അല്ലേ? ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഏതാ? N4. N4 പറഞ്ഞാൽ അത് 4 ആണ്. L1 പറഞ്ഞാൽ 4P ആണ്. ഓക്കെ, അടുത്തത് നാലാമത്തെ ഓപ്ഷൻ വരുന്നത് N3. അപ്പൊ 3, L1 പറഞ്ഞാൽ P. അപ്പൊ ഇതാണ് എന്ത് തന്ന 4 ഓപ്ഷൻ. ഇതിന്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഇതിന്റെ ഡിക്രീസിങ് ഓർഡർ നിങ്ങൾക്ക് എഴുതി കൂടെ? ഇതിലേറ്റവും എനർജി കൂടുതലായിരിക്കാം? പറയൂ, എനർജി കൂടുതലായിരിക്കാം? കമന്റ് ചെയ്യൂ. 4D ആണോ 4P ആണോ എനർജി കൂടുതലായിരിക്കാം? യെസ്, 4D ക്കാണ് എനർജി കൂടുതൽ. ഓക്കെ, അപ്പൊ 4D ഗ്രേറ്റർ ദാൻ. അത് കഴിഞ്ഞാൽ ആര് വരും? 4D കഴിഞ്ഞാൽ അടുത്ത ആര് വരും? അടുത്തത് 4P ആണ് വരേണ്ടത്. 3D എന്തായാലും വരില്ലല്ലോ, 4P ആണ് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ആൾ ആര് വരും? 4P കഴിഞ്ഞാൽ അടുത്ത ആൾ വരുന്നത് 3D. ഓക്കെ, അടുത്ത് 3D വന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആണ് നമ്മുടെ 3P വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വരുന്ന കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത് നോക്കൂ. നമുക്ക് ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫസ്റ്റ് വരേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് നോക്കാം. ഏതാണ് വരുന്നത് നോക്കൂ. ഇവിടെ എ കൊടുത്തത് ഓപ്ഷൻ തെറ്റാണ്. ഫസ്റ്റ് 4 പറഞ്ഞത് തെറ്റാണ്. അടുത്തത് ബി, അത് തെറ്റാണ്. സി കൊടുത്തത് തെറ്റാണ്. കണ്ടോ, ഒറ്റൊന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി അത് പറഞ്ഞ കറക്റ്റ് അല്ലേ? 1 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 4. ശരിയല്ലേ? അതായത് ഫസ്റ്റ് വരുന്നത് 4D, ദെൻ പിന്നെ 3 പറഞ്ഞാൽ മൂന്നാമത്തെ ഏതാ വരുന്നത്? 4P ആണ്. കേട്ടോ, 4D 4P ദെൻ 3D ദെൻ 3P. അപ്പൊ ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആയി കിട്ടി. ഏതാണ് വരുന്നത്? ലാസ്റ്റത്തെ ഓപ്ഷൻ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ ഇൻക്രീസിങ് ഡിക്രീസിങ് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? എളുപ്പമല്ലേ? എങ്കിൽ അടുത്തത് ചെയ്യൂ. ഇത് അടുത്ത സ്റ്റേറ്റ്മെന്റ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്? കറക്റ്റ് ആണോ നോക്കൂ. സ്റ്റേറ്റ്മെന്റ് 1, ദ ബാൾമർ സ്പെക്ട്രൽ ലൈൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം വിത്ത് ലോവസ്റ്റ് എനർജി അപ്പിയേഴ്സ് അറ്റ് 5/36 RH സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, അതായത് ബാൾമർ സീരീസിലെ ലോവസ്റ്റ് എനർജി ഉള്ള അതിന്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് വരുന്നത് എത്രയാണ്? 5/36 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നോക്കാം അത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വെൻ ദ ടെമ്പറേച്ചർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഇൻക്രീസസ് ദ മാക്സിമ ഓഫ് ദ കർവ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി വേഴ്സസ് വേവ് ലെങ്ത് ഷിഫ്റ്റ് ടുവാർഡ് ഷോർട്ടർ വേവ് ലെങ്ത്. അത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ എന്താ നോക്കാം. അത് ശരിയാണോ തെറ്റാണോ നോക്കാം. ബാൾമർ സീരീസ് ആണെങ്കിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച ആ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ 1/λ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചു? RH × 1/n1² മൈനസ് 1/n2². ഓക്കെ അല്ലേ? ഇവിടെ ബാൾമർ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഫൈനൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ n1ന്റെ വാല്യൂ എത്ര വരുന്നത്? ബാൾമർ ആണെങ്കിൽ അതിന്റെ n1ന്റെ വാല്യൂ 2 അല്ലേ വരിക? ആണ്. ഇനി അടുത്ത നമുക്കറിയാം ബാൾമർ സീരീസ് കിട്ടണമെങ്കിൽ അത് എന്താ ചെയ്യാം? 3ൽ നിന്നാവാം, 4ൽ നിന്നോ അല്ലെങ്കിൽ 5ൽ നിന്നോ ആണെന്ത്, അല്ലെങ്കിൽ ഹയസ്റ്റ് എനർജി ലെവലിൽ നിന്നാണ് 2ലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ലോവസ്റ്റ് എനർജി പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ലോവസ്റ്റ് എനർജി പറഞ്ഞാൽ അത് ഏതിൽ നിന്ന് ചാടിയാൽ ലോവസ്റ്റ് എനർജി ആവുക? 3ൽ നിന്ന് 2ലോട്ട് വന്നാലാണല്ലോ നമുക്ക് ലോവസ്റ്റ് എനർജി കിട്ടുക അല്ലേ? ലോവസ്റ്റ് എനർജി മീൻസ് ലോവസ്റ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹയസ്റ്റ് വേവ് ലെങ്ത് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ലോവസ്റ്റ് എനർജിയാണ് ചോദിച്ചത്. അതുകൊണ്ട് 3ൽ നിന്ന് 2 ട്രാൻസിഷന്റെ വേവ് ലെങ്ത് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ആ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചാൽ എന്ത് വരും? 1/λ. പറയൂ, 1/λ ഈക്വൽ ടു RH × 1/2² അല്ലേ? n1 2 അല്ലേ വരുന്നത്? 2² പറഞ്ഞാൽ 4 വരും, മൈനസ് 1/3², 1/9 വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ? 9 - 4/36. അതായത് നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് RH × 5 ÷
36 എന്ത് നമുക്ക് 1/λ വരുന്നത്, അല്ലെങ്കിൽ വേവ് നമ്പർ വരുന്നത് അല്ലേ? അത് നമുക്ക് ഇവിടെ തന്ന ചോദ്യത്തിനാണ് അത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ലേ? ദ ബാൾമർ സ്പെക്ട്രൽ ലൈൻ ഫോർ എച്ച് ആറ്റം വിത്ത് ലോവസ്റ്റ് എനർജി അപ്പിയേഴ്സ് അറ്റ് 5/36 ഇൻറ്റു ആർ എച്ച് അല്ലേ? നമുക്ക് കിട്ടിയില്ലേ 5/36 ഇൻറ്റു ആർ എച്ച് തന്നെ അല്ലേ നമുക്ക് 1/λ വന്നത്, അല്ലെങ്കിൽ വേവ് നമ്പർ വന്നതിൽ അല്ലേ ന്യൂ ബാർ വന്നത്? കറക്റ്റ് അല്ലേ? അപ്പൊ ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് നോക്കൂ. അടുത്തത് ഒരു എന്താ പറയാ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ കാര്യമാണ് പറയുന്നത്. ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ കേസിൽ അതിൽ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ അവിടെ വേവ് ലെങ്ത് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ വേവ് ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ അതോ ഇൻവേഴ്സ്ലി ആണോ? പറയൂ. ഏതാണ് വരിക? ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ വേവ് ലെങ്ത് എന്താ ചെയ്യുക? വേവ് ലെങ്ത് കുറയാണ് ചെയ്യുക. അല്ലെങ്കിൽ ടെമ്പറേച്ചറും അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡിന്റെ ടെമ്പറേച്ചറും അതുപോലെ വേവ് ലെങ്ത് അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത്തും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ റിലേഷൻ ഓർത്ത് വെക്കുക. ഈ റിലേഷൻ വരുന്ന നിയമം ഏതാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റിലേഷൻ വരുന്ന നിയമം സ്റ്റീഫാൻസ് ലോ ആണോ അതോ പ്ലാങ്ക്സിന്റെ ക്വാണ്ടം തിയറി ആണോ അതോ റെയ്ലി ജീൻസ് ഫോർമുലയാണോ? ഏതാണ് വരിക? ടെമ്പറേച്ചറും വേവ് ലെങ്ത്തും ബ്ലാക്ക് ബോഡിന്റെ അത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? പറയൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല. പഠിച്ചിട്ടില്ലേ? അത് എക്സാം ചോദിച്ചിരുന്നു. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല അത് പറയുന്നത് എന്താണ്? ടി ഇൻറ്റു ലാംഡ മാക്സ് ഈക്വൽ ടു എന്ത് വരും? ഒരു കോൺസ്റ്റന്റ് ബി എന്ന് വരും. ബി എന്നുള്ളത് എന്താണ്? നമ്മുടെ വെയിൻസ് കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ചോദ്യം നോക്കൂ, വായിച്ചു നോക്കൂ. ഇനി വെൻ ദ ടെമ്പറേച്ചർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഇൻക്രീസസ്, ടി ഇവിടെ കൂട്ടുകയാണ്. ടി കൂടിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് എന്ത് ചെയ്യണം? കുറയണം. നോക്കാം, അത് തന്നെയാണ് പറയുന്നത്. നോക്കാം. ദ മാക്സിമ ഓഫ് ദ കർവ് അല്ലെങ്കിൽ ദ വേവ് ലെങ്ത് ഷിഫ്റ്റ് ടുവാർഡ്സ് ഷോർട്ടർ വേവ് ലെങ്ത്. ഓക്കെ, എന്തായാലും വേവ് ലെങ്ത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഷോർട്ടർ വേവ് ലെങ്ത്തിലോട്ടാണ് പോകുന്നത് അല്ലേ? ശരിയല്ലേ? ടി കൂടിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് എന്ത് ചെയ്യണം? അത് ചെറുതാവണം അല്ലേ? അത് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് എന്താ? സ്റ്റേറ്റ്മെന്റ് ബി കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് 1ഉം കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. അത് നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? രണ്ടും വരുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ്. ഏത് വരും? ഓപ്ഷൻ സി വരും. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. ഫസ്റ്റ് കേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് കാണിച്ചു. അത് നോക്കാം, അത് കണ്ടുപിടിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് according to ഇത് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ദ വേവ് ലെങ്ത് അറ്റ് ബ്ലാക്ക് ബോഡി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഈ റിലേഷൻ ഓർത്ത് വെക്കുക. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ വേവ് ലെങ്ത് എന്ത് ചെയ്യും? അത് ഷോർട്ടർ ആവും. ഓക്കെ അല്ലേ? അപ്പൊ ഈ റിലേഷൻ അറിഞ്ഞു വെക്കുക. ഇനി നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു സ്റ്റാർ എടുക്കുകയാണെങ്കിൽ സ്റ്റാർ ശരിക്കും നമുക്ക് എന്താ ചെയ്യാം? ഒരു ഹോട്ട് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാലോ അല്ലേ? അതിലെ വേവ് ലെങ്ത് നിങ്ങൾ നോക്കാം. അതായത് ഇപ്പൊ ഞാൻ ഒരു റെഡ് കളറിലാണ് എന്റെ സ്റ്റാർ കാണുന്നതെങ്കിൽ ഇത് ഹോട്ട് സ്റ്റാർ ആണോ അതോ കോൾഡ് സ്റ്റാർ ആണോ വരിക? റെഡ് ആണ് നമ്മൾ കാണപ്പെടുന്ന ആ നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ അത് റെഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് ടെമ്പറേച്ചർ കൂടുതലാണോ വരിക? ആ സ്റ്റാറിന്റെ അത് കുറവാണോ വരിക? നിങ്ങൾ ഈ റിലേഷൻ വെച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. റെഡ് മീൻസ് എന്താ? അവിടെ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചൂടെ, ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കും? കമ്പാരറ്റീവ്ലി കുറവായിരിക്കും. ഏകദേശം 3000 കെൽവിനൊക്കെ ആയിരിക്കുള്ളൂ എന്ത് ഈ സ്റ്റാറിന്റെ റെഡ് സ്റ്റാറിന്റെ ഒക്കെ ടെമ്പറേച്ചർ വരുന്നത്. അതേസമയം എന്റെ സ്റ്റാറിന്റെ ടെമ്പറേച്ചർ ഒരു 10,000 10K ഒക്കെ ആണ്, കെൽവിൻ ആണ്, അല്ലെങ്കിൽ 10K ആണ് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ അത് റെഡ് ഇല്ല. റെഡ് സ്റ്റാർ
എന്താണ് കോൾഡ് സ്റ്റാർ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, അക്കോർഡിംഗ് ടു വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ തിയറി ജസ്റ്റ് ഒരു കത്തി ഒരു കമ്പി ചൂടാക്കുകയാണെങ്കിൽ നമ്മള് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ മാറും. വന്നു അതിന് പിന്നെയും ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അത് ഓറഞ്ചായി മാറും, പിന്നെ യെല്ലോ ആയിട്ട് മാറും, ഗ്രാജുവലി അതിന്റെ നിറം എന്തായി മാറും, അത് വൈറ്റ് ആയിട്ടല്ലേ. അപ്പൊ അതാണ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇവിടെ വേവ് എന്താണ് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഇതിന്റെ ആൻസർ പറയൂ, സിമ്പിൾ ചോദ്യം. എന്ന് പറഞ്ഞാല് ഓക്കെ പറയൂ. നമുക്ക് ഒരു എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അതിന് എത്ര എം വാല്യൂ ഉണ്ടാവും പറയൂ. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം 2l+1 വാല്യൂസ് ആണ് ഉണ്ടാവുക അല്ലേ? അതായത് L1 ആണ് എങ്കിൽ നമുക്ക് -0 1 ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ml വാല്യൂ വരുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? L ആണെങ്കിൽ നിങ്ങൾ D ആണ് എടുക്കുന്നതെങ്കിൽ -1 0 1 +2 അത് 5 വാല്യൂസ് വരുന്നുണ്ട്. അപ്പൊ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ വരുന്നത്? ml നമ്പർ അല്ലെങ്കിൽ n എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2l+1. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ കൊടുത്ത NM = 2l² + 1 പറഞ്ഞാൽ തെറ്റാണ്. അതുപോലെ l+2 പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത് നമുക്ക് എല്ലിന്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റി നോക്കാം. എല്ലിന്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 2l = NM-1 വന്നു. അല്ലെങ്കിൽ L = എന്ത് വരും? L = NM-1/2. ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, L = NM-1/2. ഇത് ഓക്കെ അല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ചെയ്യാം. ഇത് പറയൂ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഫോളോയിങ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. പറയൂ. ഒന്നാമത്തെ നോക്കാം. Atoms of all elements are composed of 2 fundamental particles. ഇത് ശരിയാണോ? പറയൂ, ശരിയാണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. അപ്പൊ എന്നാലേ ഇത് ഒരു രസമായിട്ട് പോവുള്ളൂ. കറക്റ്റ് ആണോ? ആറ്റംസ് ഓഫ് എല്ലാ എലമെന്റ്സിന്റെ ആറ്റവും 2 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് മാത്രമാണ് ഉള്ളത്. അത് ശരിയാണോ? തെറ്റല്ലേ? തെറ്റാണ്. കാരണം എന്താ? നമുക്ക് അവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ട്? ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ആരുണ്ട്? ന്യൂക്ലിയസിനുള്ളിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. 3 ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് വേണമെങ്കിൽ പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ എ ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം. ഇനി അടുത്തത് സെക്കൻഡ് ഓപ്ഷൻ ബി നോക്കൂ. ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് 9.1 × 10⁻31 കിലോഗ്രാം. അത് കറക്റ്റ് അല്ലേ? ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് അറിയുന്നതാണ്. -31 ആണ് വരുന്നത്. കറക്റ്റ് ആണ്. -27 വരുന്നത് ആർക്കാ? പ്രോട്ടോൺ ന്യൂട്രോണിനൊക്കെയാണ് വരുന്നത്. 1.6 × അപ്പൊ ബി കറക്റ്റ് ആണ്. ബി കറക്റ്റ് ആണെങ്കിൽ നോക്കാം എ എന്നുള്ള ഓപ്ഷനിൽ ബി ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആൻസർ വളരെ സിമ്പിൾ ആയി കിട്ടി. ഓപ്ഷൻ സി, ബി, സി ആൻഡ് ഇ ഓൺലി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അത് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളോട് നോക്കാം. ആൻസർ കിട്ടി. നോക്കൂ, അടുത്ത സി ഓപ്ഷൻ എന്താ പറയുന്നത്?
ഓൾ ദ ഐസോട്ടോപ്പ് ഓഫ് എ ഗിവൺ എലമെന്റ് ഷോ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. അത് ശരിയാണോ? ഐസോട്ടോപ്പുകൾക്ക് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. ശരിയാണോ? പറയൂ. അല്ലേ? നമുക്കറിയാം കെമിക്കൽ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താ? അത് ഡിറ്റർമിൻ ചെയ്യുന്ന ആരാ ശരിക്ക്? ഇലക്ട്രോൺ അല്ലേ മെയിൻ ആയിട്ട് കെമിക്കൽ പ്രോപ്പർട്ടി ഡിസൈഡ് ചെയ്യുന്നത്? അല്ലേ? നമ്മൾ ബോണ്ടിങ്ങിലൊക്കെ ഏർപ്പെടുന്ന ആളാകാരാ? ഇലക്ട്രോൺ ആണ്. അപ്പോ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ? ഐസോട്ടോപ്പ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോണിന്റെ നമ്പറൊക്കെ എന്താണ്? സെയിം അല്ലേ വരിക? അല്ലേ? അവിടെ മാറുന്ന ആരാണ്? മാസ് നമ്പർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രോണിന്റെ നമ്പറാണ് മാറുന്നത്. ഇലക്ട്രോൺ നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോൺ നമ്പർ ഒക്കെ സെയിം ആണ്. അതായത് ഹൈഡ്രജൻ ആവട്ടെ, അല്ലെങ്കിൽ 1s1 1s2 1s3, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ആ 3 ഐസോട്ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ 3-ൽ ഇലക്ട്രോണിന് പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആണ്. അതായത് ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. അല്ലേ? കാരണം എന്താ? അവിടെ n മാറുന്നുണ്ട്. n അല്ലെങ്കിൽ ന്യൂട്രോൺ നമ്പർ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ മാസ്, തൂക്കം വ്യത്യാസപ്പെടൂലേ? ഇല്ലേ? വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പൊ അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഏത് ഐസോട്ടോപ്പുകൾക്ക്. പക്ഷേ ഐസോട്ടോപ്പുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് ശരിയാണ്, സി ശരിയാണ്. ഇനി ഡി നോക്കൂ. പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ന്യൂക്ലിയോൺസ്. അത് ശരിയാണോ? തെറ്റല്ലേ? നമുക്കറിയാം ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ ആളുകളാണ്. ആരൊക്കെ? പ്രോട്ടോണും ന്യൂട്രോണും ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? ന്യൂക്ലിയോൺസ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഡി ഓപ്ഷൻ തെറ്റാണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഇ എന്താ പറയുന്നത്? ഡാൾട്ടൺസ് ആറ്റമിക് തിയറി റിഗാർഡഡ് ദ ആറ്റം ആസ് ആൻ അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ. അത് ശരിയല്ലേ? ഡാൾട്ടന്റെ സമയത്ത് അന്ന് ആറ്റം മാത്രം, അല്ലെങ്കിൽ അന്ന് ഡാൾട്ടൻ പറഞ്ഞ എന്താണ്? ആറ്റാണ് എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞത്. അല്ലേ? അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിന് ശേഷമാണ് നമ്മുടെ തോംസണും അതുപോലെ റൂദർഫോർഡ് ഇവരൊക്കെ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഇയും കറക്റ്റ് ആണ്. എന്തായാലും നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബി, സി ആൻഡ് ഇ ഓൺലി ആണ് കറക്റ്റ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തത് ചെയ്യാം. ദ ഇൻകറക്റ്റ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് ഫ്രം ദ ഫോളോയിങ് ഈസ്. ഇതിൽ ഇൻകറക്റ്റ് ഏതാ വരുന്നത്? നോട്ടീസ് ചെയ്യൂ. എ ആണോ വരിക? നോക്കാം. N4 L3 Ml-3 ഇതൊക്കെ വരാം. ശരിയാണ്. അപ്പൊ എ ശരിയാണ്. നമ്മൾ ഇൻകറക്റ്റ് ചോദിച്ചത്, തെറ്റാണ് ചോദിച്ചത്. ഇനി ബി ശരിയാണോ? N5 L2 Ml-2. ഓക്കെ, ഇതൊക്കെ വരാം. അപ്പൊ ബിയും ശരിയാണ്. സി ആണോ? സി ആണെങ്കിൽ N4 L2 ഇതും പോസിബിൾ ആണ്. ഡി നോക്കൂ. സോറി, ജസ്റ്റ് നോക്കാം. ബിന്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ. ബിന്റെ കേസ് നോക്കൂ. ഇവിടെ പറഞ്ഞതിൽ എനിക്ക് തന്നെയാണോ തെറ്റി? ഓക്കെ, N5 L2 ശരിയാണ്. പക്ഷെ Ml-ന്റെ വാല്യൂല് ഇവിടെ ഒരാൾ മിസ്സിംഗ് ഉണ്ട്. ഇവിടെ ആര് മിസ്സിംഗ്? 0 മിസ്സിംഗ് ആണ്. അല്ലേ? Ml പറഞ്ഞാൽ -2 -1 0 1 2 അല്ലേ? വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിച്ചിട്ടില്ലെങ്കിൽ തെറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് തന്നെ ഇവിടെ പാളി. അപ്പം ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റായത്. അല്ല, ഇവിടെ 0 മിസ്സിംഗ് ആയതുകൊണ്ട്, Ml 0 ഇല്ലാത്തത് കൊണ്ടാണ് മിസ്സിംഗ്, അത് തെറ്റായി പോയത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത നോക്കൂ. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെന്താ വരിക? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയൂ. ദ വാല്യൂ ഓഫ് എ വേവ് ഫംഗ്ഷൻ psi ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോർഡിനേറ്റ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം. അല്ലേ? psi എന്നുള്ളത് നമ്മുടെ ആ കോർഡിനേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് വെച്ചിട്ടാണ് ഇത് ഡിഫൈൻ ചെയ്തത്. അങ്ങനെ നമുക്ക് എന്ത്, ആ റേഡിയൽ പാർട്ട്, അതുപോലെ അസിമുത്തൽ പാർട്ട്, ആംഗുലർ പാർട്ട് കിട്ടി. അതിൽ നിന്നാണ് നമ്മൾ ഏത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്? ക്വാണ്ടം നമ്പേഴ്സ് വന്നിട്ടുള്ളത്. അതായത് psi ഓഫ് r തീറ്റ ഫൈ. ഓക്കെ, ഇതിൽ ആറിന് കറസ്പോണ്ടിങ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ കോണ്ടം നമ്പർ വരുന്നത്. അതുപോലെ ആംഗുലാർ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ആംഗുലർ കോണ്ടം നമ്പർ അല്ലെങ്കിൽ എല്ല് അല്ലെങ്കിൽ അസിമ്യൂത്തൽ കോണ്ടം നമ്പർ വരുന്നത്. അസിമ്യൂത്തൽ പാർട്ടിന് കറസ്പോണ്ടിങ് ആയി ഫൈന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ മാഗ്നറ്റിക് കോണ്ടം നമ്പർ വന്നിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ദ വാല്യൂ ഓഫ് വേവ് ഫംഗ്ഷൻ psi ഡിപ്പെൻഡ്സ് അപ്പോൺ കോർഡിനേറ്റ് ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ആറ്റം. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് അവസ്ഥ നോക്കൂ. അത് ശരിയാണോ? The probability of finding an electron at a point within an atom is proportional to the orbital wave function. Psi ആണോ പ്രൊപ്പോർഷണൽ? അല്ലെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ psi ആണോ യൂസ് ചെയ്യുക? ശരിയാണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. അത് ശരിയാണോ? എന്താണ് വരിക? അത് തെറ്റല്ലേ?
സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. കാരണം എന്താ, നമ്മൾ പഠിക്കുന്നുണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഏതാ വേണ്ടത്, സൈ സ്ക്വയർ ആണ്. സൈ സ്ക്വയറിനാണ് ശരിക്കും എന്ത് സിഗ്നിഫിക്കൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനാണ് നമുക്ക്, അല്ലെങ്കിൽ ആ വേവ് ഫംഗ്ഷന്റെ ആ പവറിനാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത്. സോ സൈക്കല്ല, ആ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. നമുക്കിവിടെ ആൻസർ വരുന്നത് നോക്കാം, ഏതാണ് വരിക, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയി വന്നത്. ഓക്കെ അല്ലേ? അവിടെ എന്തുകൊണ്ട് ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ സോറി, നമുക്ക് ഇലക്ട്രോൺ കാണാനുള്ള പ്രോബിലിറ്റി വരുന്നത് ഏതിൽ നിന്നാണ്, പ്രോബിലിറ്റി ഡെൻസിറ്റി ആയിട്ടുള്ള സൈ സ്ക്വയറിൽ നിന്നാണ്, സൈയിൽ നിന്നല്ല. ദെൻ 11ാമത്തെ ചോദ്യം എന്ത് വരും? ഇൻ റേഡിയസ് ഓഫ് സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് He പ്ലസ് അയോൺ ഈസ് 105.8 പൈക്കോമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് തേർഡ് ബോർ ഓർബിറ്റ് ഓഫ് ലിഥിയം 2 പ്ലസ് അയോൺ? എന്ത് വരും? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ആദ്യം ഈ റേഡിയസും ബോർ എന്താ പറയാ, റേഡിയസും നമ്പർ ഓഫ് ഓർബിറ്റിൽ തമ്മിലുള്ള റിലേഷൻ എന്താ, അല്ലെങ്കിൽ n തമ്മിലുള്ള റിലേഷൻ എന്താ പറയൂ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ അതോ ഇൻവേഴ്സ് ആണോ, എന്താ വരിക? കമന്റ് ചെയ്യൂ. ഏത് വരും? പറ, ആ ഇക്വേഷൻ എന്തായിരുന്നു? ബോർ റേഡിയസ് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ Rn ഈക്വൽ ടു nth ഓർബിറ്റിന്റെ റേഡിയസ് പറഞ്ഞാൽ എന്തായിട്ട് വരിക? നമ്മുടെ ബോർ റേഡിയസ് a ഇൻറ്റു, അല്ലെങ്കിൽ A0 ഇൻറ്റു n സ്ക്വയർ അല്ലേ? ആണോ? A0 n സ്ക്വയർ. ഇനി പറയൂ, ഇത് ചെയ്ത് നോക്കിയിട്ട് എത്ര വരുന്ന ആൻസർ? എത്രയാണ് വരുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ഓരോന്നും. ഇതാണ്, ഇത് നോർമലി ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ, ഹൈഡ്രജനിലേക്ക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്ത് ആറ്റംസ് വരുമ്പോൾ അവിടെ എന്തിന്റെ കോൺട്രിബ്യൂഷൻ കൂടെ വരും, ഇസഡിന്റെ കോൺട്രിബ്യൂഷൻ കൂടെ വരും. ഓക്കെ, അപ്പൊ എന്താണ് വരിക? സി ആണ് വരുന്നത് അല്ലേ? യെസ്, സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ജസ്റ്റ് എന്ത്, ഞാൻ അവിടെ അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് ബോർ റേഡിയസ്, അല്ലെങ്കിൽ സോറി, നമുക്ക് ആ റേഡിയസ് അറിയണമെന്നുണ്ടെങ്കിൽ Rn ഈ പ്രൊപ്പോർഷണൽ ടു n സ്ക്വയറിനും, അത് ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമാണ് n സ്ക്വയർ. ഇനി ഒരു ഹൈഡ്രജനിലേക്ക് ആണല്ലോ ഇവിടെ തന്നത് He പ്ലസും അതുപോലെ Li2 പ്ലസ് ഒക്കെ, അതുകൊണ്ട് ഇങ്ങനെയാണ് റിലേഷൻ വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പൊ ലിഥിയത്തിന്റെ Li2 പ്ലസിന്റെ വരുമ്പോൾ നമുക്ക് അവിടെ N3 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ അതിന്റെ ആറ്റോമിക് നമ്പർ അതേ ഇൻറ്റു പിന്നെ He പ്ലസിന്റെ കൊടുത്തു. അത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ 3 സ്ക്വയർ ബൈ 3 വരും. അതുപോലെ ഈ പാർട്ടിൽ കൊടുക്കുമ്പോൾ He പ്ലസിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അതുപോലെ ന്റെ വാല്യൂ 2 ആയതുകൊണ്ട് അത് കൊടുത്തു. അങ്ങനെ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വെട്ടിപ്പോയി, ലാസ്റ്റ് ഇവിടെ 3/2 എന്ന് വരും. ഇനി ഈ കേസിലാണ് നമുക്ക് തന്നിട്ടുണ്ട് എന്ത്, He പ്ലസിന്റെ റേഡിയസ് 105.8 ആണ് തന്നിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, Li2 പ്ലസിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ 105.8 പൈക്കോമീറ്ററിനെ ഞാൻ എന്ത് 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 1.5 ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുന്ന വേണ്ട, നിങ്ങൾക്ക് കമ്പയർ ചെയ്യാത്ത ഐഡിയ കിട്ടും. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, ഏകദേശം 158.7 പൈക്കോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ റിലേഷൻ ആണ് ഞാൻ അവിടെ ഇമ്പോർട്ടന്റ് സ്ട്രെസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത്. റേഡിയസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താ വരിക, Rn ഈസ് പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ ബൈ ഇസഡ്. ഇസഡ് സ്ക്വയർ അല്ല, n സ്ക്വയർ ബൈ ഇസഡ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിന്റെ ആൻസർ പറയൂ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എക്സാമിന് മാറിപ്പോയത് ഇൻകറക്റ്റ് ആണ് ചോദ്യം, തെറ്റായതാണ് ചോദ്യം. ഇതിൽ തന്നിരിക്കുന്നത് ഇൻകറക്റ്റ് ഏതാ? ഓപ്ഷൻ എ എന്താണ് അവസ്ഥ? All the 5d orbitals are different in size when compared to the respective 4d orbitals. അതായത് 5dയുടെ സൈസ് ആണ് കൂടുതൽ ആരേക്കാൾ, 4dയേക്കാൾ. ശരിയാണോ? അത് ശരിയല്ലേ? നമുക്കറിഞ്ഞൂടെ സൈസ്, അതായത് n-ന്റെ വാല്യൂ കൂടുന്തോറും അതിന്റെ സൈസ് കൂടില്ലേ? കൂടും. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി പറയുന്നത് എന്താ നോക്കൂ. All the 5 4d orbitals have same shapes similar to the respective 3d orbitals. അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ 4d ആവട്ടെ
5D ആവട്ടെ അല്ലെങ്കിൽ 3, ഇതിന്റെയൊക്കെ ഷേപ്പ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നോഡ് കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് അതിന്റെ രൂപം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഡി ഓർബിറ്റലാണെങ്കിൽ അതിന്റെയൊക്കെ ഷേപ്പ് എന്താണ്? ഡബിൾ ഡംബൽ ഷേപ്പ് അല്ലെങ്കിൽ ക്ലോ ഷേപ്പ് ആയിട്ട് വരും. എന്താണ് ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ആണെന്ത്, ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ വരും. അതുപോലെ ഡി ഇസഡ് സ്ക്വയറിനും ഡി ഇസഡ് സ്ക്വയറിന്റെ ഷേപ്പ് എങ്ങനെ വരിക? ഇസഡ് ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് അത് ഇങ്ങനെയും പിന്നെ ഇങ്ങനെ ഒന്ന് വരും. അതാണ് ഡി ഇസഡ് സ്ക്വയറിന്റെ ഷേപ്പ് വരിക. പിന്നെ ഡി സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ട്, അത് വരക്കാനും ബുദ്ധിമുട്ടില്ല. അതെന്താണ്? എക്സ് വൈ ആക്സിലായിട്ടാണ് വരച്ചാൽ മതി. അതായത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെയും വരച്ചു. ഇതാണ് നമ്മുടെ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ ഷേപ്പ്. അതേപോലെ ഇസഡ് സ്ക്വയറിന്റെ ഇസഡിലൂടെ മാത്രം വരച്ചാൽ മതി. ഓക്കെ, ദെൻ അപ്പൊ ബി ശരിയാണ്. ഇനി സി പറയുന്നത് ഇൻ ആൻ ആറ്റം ഓൾ ദ 5 3D ഓർബിറ്റൽസ് ആർ ഈക്വൽ ഇൻ എനർജി ഇൻ ഫ്രീ സ്റ്റേറ്റ്. 3D ഓർബിറ്റൽസിലെ എല്ലാതും അല്ലെങ്കിൽ എല്ലാ ഓർബിറ്റൽസും എന്താണ്? ഈക്വൽ എനർജിയാണ്. അത് നമുക്കറിയാലോ. എല്ലാം ഡീജനറേറ്റ് ഓർബിറ്റൽസ് അല്ലേ വരിക. 3D ആണെങ്കിൽ ആ 5 ഓർബിറ്റലും എന്ത് തന്നെയാ വരുന്നത്? 3Dയിലെ 5 എന്താണ്? സെയിം എനർജി തന്നെയാണല്ലോ വരിക. ഓക്കെ, അതേപോലെ 4Dയിലെ 5 എന്താണ്? സെയിം ആണ് വരിക. അല്ലെങ്കിൽ 3Pയിലെ 3 എന്താണ്? സെയിം ആയിട്ടാണ് വരിക. ഓക്കെ അല്ല? അപ്പൊ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ നമുക്ക് ഇവിടെ തെറ്റാണ് ചോദിച്ചത്, അതെന്തായിരിക്കും? ഡി ആയിരിക്കും. നമുക്ക് നോക്കാം എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത്. ദ ഷേപ്സ് ഓഫ് ഡി എക്സ് വൈ, ഡി വൈ ഇസഡ് ആൻഡ് ഡി ഇസഡ് എക്സ് ഓർബിറ്റൽസ് ആർ സിമിലർ. അത് ആ പോയിന്റ് കറക്റ്റ് ആണ് അല്ലേ? അതായത് ഡി എക്സ് വൈൻ്റെതും എന്താ പറയാ, കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ഡി എക്സ് വൈ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ എക്സ് വൈ കൊടുക്കും. ഡി വൈ ഇസഡ് ആണെങ്കിൽ ഇവിടെ വൈയും ഇവിടെ ഇസഡ് കൊടുക്കും. ഡി ഇസഡ് എക്സ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇസഡും മറ്റു സ്ഥലത്ത് എക്സും കൊടുത്താൽ നമുക്ക് എന്താ ഷേപ്പ് കിട്ടി. അപ്പൊ ഇത് ഏകദേശം സിമിലർ ഷേപ്പാണ് ഈ മൂന്നെണ്ണത്തിന്, ഡി എക്സ് വൈക്കും ഡി വൈ ഇസഡും ഡി ഇസഡിനും. ഇനി ഓർബിറ്റൽസ് ആർ സിമിലർ ടു ഈച്ച് അതർ, ദെൻ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് ഡി ഇസഡ് സ്ക്വയർ ആർ സിമിലർ ടു ഈച്ച് അതർ. അത് രണ്ടും ഒരേ ഷേപ്പ് ആണോ? അല്ലല്ലോ, നമ്മൾ നോക്കിയതല്ലേ. അത് ഡി ഇസഡ് സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെയും ഇങ്ങനെയാണെന്ത്? ഡി ഇസഡ് സ്ക്വയറിന്റെ ഷേപ്പ് വന്നത്. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണെങ്കിൽ ഈ ആക്സിസിലൂടെ ആണെന്ത്? അതിന്റെ ഷേപ്പ് വന്നത്. അപ്പൊ രണ്ടും എന്താണ്? ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഓപ്ഷൻ ഡി തെറ്റാണ് അല്ലേ? അപ്പൊ ആൻസർ കിട്ടി ഓപ്ഷൻ ഡി ആണ്. അപ്പൊ അതിനെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആ ചിത്രം ഒന്നുകൂടി കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ ചിത്രം നോക്കുക. ഇതൊന്നും തിരിച്ചാ കൊടുത്തിട്ടുള്ള, എന്താണെങ്കിലും ഇവിടെ നോക്കേണ്ട ഈ ആക്സിലൂടെ തന്നെയാണ് ഇത് വരച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇത് ഡി ഇസഡ് സ്ക്വയറിന്റെ ചിത്രം. ദെൻ അടുത്ത നോക്കൂ. When electromagnetic radiation of wavelength 300 nanometer falls on the surface of metal, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ. ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വിത്ത് കൈനറ്റിക് എനർജി ഓഫ് 1.68 into 10⁵ joule per mole. What is the minimum energy needed to remove an electron from the metal? അതെന്താണ് നമ്മൾ ചോദിച്ചത് നോക്കൂ. അതായത് 300 നാനോമീറ്റർ ഉള്ള ലാംഡ 300 നാനോമീറ്റർ തന്നിട്ടുണ്ട്. അത്ര വേഗത്തിലുള്ള ഒരു റേഡിയേഷൻ മെറ്റലിലേക്ക് ഇൻസിഡന്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്തായാലും എമിറ്റ് ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികമാണല്ലോ. കാരണം എന്താ? കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്? വാട്ട് ഈസ് ദ മിനിമം എനർജി നീഡഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ? അതെന്താണ്? വർക്ക് ഫംഗ്ഷൻ ഡബ്ല്യു അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ 5 അല്ലേ? അതെന്താണ്? എച്ച് ന്യൂ സീറോ ആണല്ലോ. എച്ച് ന്യൂ സീറോ പറഞ്ഞാൽ ലാംഡ ടേംസ് പറയുമ്പോൾ എച്ച് സി ബൈ ലാംഡ സീറോ. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? പറയൂ, എങ്ങനെ ചെയ്യും? നോക്കാം. ആദ്യം നമുക്കറിയാം എനർജി ഓഫ് ഫോട്ടോൺ എന്താണ്? എച്ച് സി ബൈ ലാംഡ. ഓക്കെ, അല്ലെങ്കിൽ ഇ ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. വന്ന റേഡിയേഷൻ എനർജി ആണെന്ത്? എച്ച് ന്യൂ അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ. ഓക്കെ, അതാണ് രണ്ടായിട്ട് പോകുന്നത്. ഏതൊക്കെ? ഒന്ന് വർക്ക് ഫംഗ്ഷൻ ആയിട്ടും ഒന്ന് കൈനറ്റിക് എനർജി ആയിട്ടും. കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വർക്ക് ഫംഗ്ഷൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജി കുറച്ചാൽ മതി. അപ്പൊ ഓരോന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്ത്? നമുക്ക് വന്ന റേഡിയേഷന്റെ ഫോട്ടോൺ, ഒരു ഫോട്ടോൺ ആണെങ്കിൽ എച്ച് സി ബൈ ലാംഡയാണ്. ഇവിടെ എന്ത്? മോള് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നെ കൊണ്ട് അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ അവിടുത്തെ എനർജി, അപ്പൊ വന്ന റേഡിയേഷൻ എനർജി പറഞ്ഞാൽ നമുക്ക് കിട്ടി എച്ച് സി ബൈ ലാംഡ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 6.626 ഇൻറ്റു നമ്മൾ എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിയുടെ വാല്യൂ 3 × 10⁸ ഇട്ട് കൊടുത്തു. അതുപോലെ അവഗാഡ്രോ നമ്പർ 6.02 ഇൻറ്റു
10⁻23 ആ ന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ ലാംഡ തന്നിട്ടുണ്ട് എത്ര 300 നാനോമീറ്റർ. അപ്പൊ 300 ഇൻറ്റു 10⁻⁻9. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം വാല്യൂ വരുന്നത് എത്രയാണ് 3.99 ഇൻറ്റു 10⁻5 ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് പതുക്കെ ചെയ്ത് നോക്കുക. അത്ര വരുന്നത്. നമുക്ക് ടോട്ടൽ എനർജി കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്, ടോട്ടൽ എനർജി ആണോ അല്ല വർക്ക് ഫംഗ്ഷൻ ആണ് W ആണ് അല്ലെങ്കിൽ W0 ആണ്. അതെങ്ങനെ കിട്ടും? കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് അല്ലെങ്കിൽ ടോട്ടൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജി കുറച്ചാൽ മതി. അപ്പൊ അതാണ് എന്ത് W0. നോക്കാം 3.99 ഇൻറ്റു 10⁻5 മൈനസ് 1.68 ഇൻറ്റു 10⁻5. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2.31 ഇൻറ്റു 10⁻5 ജൂൾ പെർ മോൾ ആണ്. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് ഈ ഇതിന്റെ എന്താ പറയാ ആ മെത്തേഡ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെയൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം, അല്ലാണ്ട് ഈ ഓരോ വാല്യൂസ് നോക്കണമെന്നില്ല. എന്തായാലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, 2.3 10⁻5 ജൂൾ പെർ മോൾ. ഓക്കെ അല്ലേ? അപ്പൊ ഫോട്ടോ എഫക്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ചോദ്യമാണ്. ഫ്രം ദ ഫോളോയിങ് പെയർസ് ഓഫ് അയോൺസ് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഐസോ ഇലക്ട്രോണിക് പെയർ? താഴെ തന്നിരിക്കുന്ന പെയറിൽ ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ളതല്ലാത്തത് ഏതാണ് ചോദ്യം. നോട്ടാണ് ചോദിച്ചത്. നോട്ട് ആൻ ഐസോ ഇലക്ട്രോണിക്. ഐസോ ഇലക്ട്രോണിക് പറഞ്ഞാൽ എന്താ? ഐസോ ഇലക്ട്രോണിക് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ നമ്പർ സെയിം ആയിട്ട് വരുന്ന ആളുകളാണ് ഐസോ ഇലക്ട്രോണിക്. ഇത് പറയൂ, ഓരോന്നിന്റെയും കണ്ടുപിടിച്ച് നോക്കാം. ഓപ്ഷൻ എ ചെക്ക് ചെയ്ത് നോക്കൂ, എന്താ വരിക? Fe2+ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അല്ലെങ്കിൽ Fe എത്ര ഇലക്ട്രോൺ ഉണ്ട്? Feയുടെ ആറ്റോമിക് നമ്പർ എത്രയാ? Fe കമന്റ് ചെയ്യൂ. അയണിന്റെ ആറ്റോമിക് നമ്പർ എത്ര? 26 അല്ലേ? 26 ആണ്. അപ്പൊ Fe2+ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 ഇലക്ട്രോൺ പോയി. അപ്പം Fe2+ നമുക്ക് 24 ഇലക്ട്രോൺസ് ആണ് എന്ത് Fe2+ ഉള്ളത്. ഇനി Mn2+ ആണെങ്കിലോ? മാംഗനീസിന്റെ വാല്യൂ എത്ര? മാംഗനീസിന്റെ ആറ്റോമിക് നമ്പർ 25 ആണ്. അപ്പൊ 25 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 23 ആണ് വരുന്നത് അല്ല? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായത് എന്താ, ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. Fe2+ഉം Mn2+ എന്തല്ല? ഐസോ ഇലക്ട്രോണിക് അല്ല. ഇനി ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മളത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. O2- F- O2- പറഞ്ഞാൽ അതിൽ നമുക്ക് 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. F- പറഞ്ഞാൽ അതിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി Na+ഉം Mg2+ ആണെങ്കിലും അതിൽ എത്ര എണ്ണയാണ് ഉള്ളത്? 10 എണ്ണം തന്നെയാണ് അല്ലേ? Na+ പറഞ്ഞു 11 ആണ്. 11ൽ നിന്ന് പ്ലസ് പോകുമ്പോൾ 1 പോകുമ്പോൾ 10 വരും. Mg2+ അറിയുമ്പോൾ 12 ആയിരുന്നു. അതിൽ നിന്ന് 2 എണ്ണം പോയി കഴിഞ്ഞാൽ 10. അപ്പൊ അതും കറക്റ്റ് ആണ്. അടുത്ത നോക്കൂ, ഡി. Mn2+ഉം Fe3+ഉം. Mn2+ പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 25 വന്നത്. അതിൽ നിന്ന് 2 എണ്ണം പോയി കഴിഞ്ഞാൽ 23 ഇലക്ട്രോൺ വരും. ഇനി Fe3+ എന്ന് പറഞ്ഞാൽ അതിന്റെ ആറ്റോമിക് നമ്പർ, Feയുടെ ആറ്റോമിക് നമ്പർ 26 ആണ്. 26ൽ നിന്ന് 3 എണ്ണം പോയി കഴിഞ്ഞാൽ 23. അപ്പൊ ഇത് ഐസോ ഇലക്ട്രോണിക് ആണ്. Na+, Mg2+ ഐസോ ഇലക്ട്രോണിക് ആണ്. O2- F- ഐസോ ഇലക്ട്രോണിക് ആണ്. ആരാ തെറ്റുള്ളത്? Fe2+ഉം Mn2+ഉം. ഇത് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് അതിന്റെ ടേബിൾ ഇവിടെ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കഴിയാനായി. 20 ക്വസ്റ്റ്യനേ ഉള്ളൂ, കഴിയാറായി. വേഗം നോക്കാം. 4d, 5p, 5f and 6p orbitals are arranged in the order of decreasing energy. The correct option is. അത് ജസ്റ്റ് സിമ്പിൾ ചോദ്യമാണ്. തന്നിരിക്കുന്നതിൽ ഇതിന്റെ കറക്റ്റ് ഓർഡർ ഏതാ വരിക? വേഗം കമന്റ് ചെയ്യൂ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 4d തന്നിട്ടുണ്ട്, 5p തന്നിട്ടുണ്ട്, 5f തന്നിട്ടുണ്ട്, 6p തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്രമം അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ N+L റൂള് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, N+Lന്റെ വാല്യൂ കൂടുതൽ വരികയാണെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എനർജി ലെവൽ വരിക. ഇവിടെ നോക്കൂ, ഏതാണ് വരിക? ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ എന്താ പറയാ 5fന്റെ വാല്യൂ എത്ര വരിക? N+L വാല്യൂ എത്ര വരുന്നത്? N5ഉം L3 ആണ് വരിക. അപ്പൊ 8 ആണ് വരുന്നത്. 6pയുടെ N+L വാല്യൂ എത്ര വരിക? 6 7 ആണ് വരുന്നത്. 5pയുടെ വരുന്നത് 5 6 ആണ് വരിക. 4dയുടെ വരുന്നത് 4 6 ആണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് കിട്ടിയ കാര്യം എന്താ? എന്തായാലും 5f ആണ് എന്ത് ഏറ്റവും ഹയസ്റ്റ് ആള്.
ഓക്കെ, അപ്പം ഓപ്ഷൻ സിയും ബിയും കട്ടായി പോയി. ഇനി എ ആണോ ഡി ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ആരാണ്? 6P ആണ്. ഓക്കെ, അതും കറക്റ്റ് ആണ്. അടുത്തത് പിന്നെ 4D ആണോ 5P ആണോ? ഇതിലേതാണ് വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ആയിട്ടാണ് എന്ത് N+L വാല്യൂ വരുന്നതെങ്കിൽ നമുക്ക് ലോവസ്റ്റ് എനർജി പറഞ്ഞാൽ എന്താ? N-ന്റെ വാല്യൂ ചെറുതായിരിക്കും ലോവസ്റ്റ്. അപ്പൊ ഇവിടെ 4Dയിലാണ് എന്ത് ലോവസ്റ്റ് N ഉള്ളത്? ഇവിടെ 4 വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ ചെയ്ത് വരും. പറയൂ. ലോവസ്റ്റ് എനർജി ഉള്ള ആരായിരിക്കും? 4D ആയിരിക്കും. ഓക്കെ, അതിനേക്കാൾ വലുതാണ് 5P. അപ്പൊ ആൻസർ വരുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ്. അല്ലേ? 5F ഗ്രേറ്റർ ദാൻ 6P ഗ്രേറ്റർ ദാൻ 5P ഗ്രേറ്റർ ദാൻ 4D. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ N+L റൂളിന്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, എനിക്ക് ഡയറക്റ്റ് സീരീസ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ദെൻ ഇതിന്റെ ആൻസർ എന്ത് വരും? വിച്ച് വൺ ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്? ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓപ്ഷൻ എ നോക്കൂ. ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ഇൻ എസ് ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു 0. ശരിയാണോ? അല്ലെങ്കിൽ നമ്മുടെ എല്ലാണ് ചോദിച്ചത്, ക്യാപിറ്റലിലാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു എസ് ഓർബിറ്റലിന്റെ ക്യാപിറ്റലിന്റെ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ √L+1 H അല്ല, അല്ലെങ്കിൽ H/2π എന്നാണ് വരിക. ആണല്ലോ. ഇവിടെ നമുക്ക് എസ് ഓർബിറ്റൽ ആണെങ്കിൽ എസിന്റെ എൽ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ടൈം എന്തായി പോകും? L 0 ആയി പോകും. അല്ലെങ്കിൽ ഒരു എസ് ഓർബിറ്റലിന് ടോട്ടൽ ആംഗുലർ മൊമെന്റ് എത്രയാണ് വരുന്നത്? 0 ആണ്. അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. എ കറക്റ്റാ. ഇനി ബി എന്താ നോക്കൂ. An orbital is designated by 3 quantum numbers while an electron in an atom is designated by 4 quantum numbers. ഇത് കറക്റ്റ് ആണോ? ഓപ്ഷൻ ബി. അത് കറക്റ്റ് ആണോ? പറയൂ. അല്ലേ? കറക്റ്റ് ആണ്. നമുക്കറിയാം ഒരു ഓർബിറ്റൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഏതൊക്കെ മതി? അല്ലെങ്കിൽ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെ മതിയാവും? N, L, M മതിയാവും. ഓക്കെ, ഇത് മൂന്ന് അറിഞ്ഞാൽ നമുക്ക് ആ ഓർബിറ്റലിന്റെ കറക്റ്റ് കിട്ടും. ഇനി ഇലക്ട്രോണിന്റെ കറക്റ്റ് അഡ്രസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കറിയാം ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസ് വീതമുണ്ട്. അതിനെ കറക്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് നാലാമത്തെ ക്വാണ്ടം നമ്പർ MS അല്ലെങ്കിൽ S കൊണ്ടുവരുന്നത്. L, N, L, M, S അല്ലെങ്കിൽ MS. ഓക്കെ, അപ്പൊ 4 വേണം ആർക്ക്? ഇലക്ട്രോണെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഓർബിറ്റലിനെ പറയാൻ വേണ്ടി നമുക്ക് എത്ര മതിയാവും? 3 മതിയാവും. അപ്പൊ ബി എന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, എയും കറക്റ്റ് ആണ്. ഇനി സി എന്താ പറയുന്നത്? ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ ആറ്റം ഈസ്. ഇത് ശരിയാണോ? ഇവിടെ നോക്കൂ, തന്നിരിക്കുന്നത് 1s2 2s2 2p1 2p1. ഓക്കെ, അത് കറക്റ്റ് ആണ്. കോൺഫിഗറേഷൻ കൊടുത്തത് കറക്റ്റ് ആണ്. ഈ പെട്ടിയിൽ കൊടുത്തത് കറക്റ്റ് ആണോ നോക്കൂ. ഇതിന്റെ ഓറിയന്റേഷൻ കൊടുത്തത് 1s2 2s2. ഈ ഫില്ലിങ് കറക്റ്റ് ആണോ? നമുക്ക് ഹൺസ് റൂൾ പ്രകാരം ഇതെല്ലാം എങ്ങനെ ആയിരിക്കണം? ഓരോന്നും പാരലൽ സ്പിൻ ആയിട്ടല്ലേ വരേണ്ടത്, അല്ലേ? അപ്പോ ഇത് എന്താണ്? ഓപ്ഷൻ സി തെറ്റാണ്. ഇവിടെ അറേഞ്ച്മെന്റ്, ഇതിന്റെ അറേഞ്ച്മെന്റ് തെറ്റാണ്. ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത് ഹൺസ് റൂൾ പ്രകാരം. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ തെറ്റ്. ഇനി ഡി എന്താ പറയുന്നത്? ദ വാല്യൂ ഓഫ് M ഫോർ D(Z²) ഈസ് 0. ഈ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. നമ്മുടെ എം വാല്യൂ നമുക്കറിയാലോ, 5 എം വാല്യൂസ് ഡി ഓർബിറ്റലിന് വരുന്നുണ്ട്. അതിൽ നമ്മൾ നോർമലി എടുക്കാറുള്ളത് D(Z²)ന്റെ നോർമലി എം വാല്യൂ നമ്മൾ എടുക്കാറുള്ളത് 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഓറിയന്റേഷൻ ആണ് എന്ത് D(Z²) ആയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അത് ഓർത്ത് വെക്കുക, ആ ഒരു പോയിന്റ് കൂടെ. ഓക്കെ, നമ്മുടെ ആൻസർ ഇവിടെ തെറ്റായ ഓപ്ഷൻ സി ആണ് വരുന്നത്. കാരണം ഹൺസ് റൂൾ പ്രകാരം ഇങ്ങനെ എന്ത് ആന്റി പാരലായിട്ട് ഫില്ലിങ് ഫസ്റ്റ് വരില്ല. ഫസ്റ്റ് എല്ലാം എന്തായിരിക്കണം? പാരലൽ സ്പിന്നുകളാണ് എന്ത് ആദ്യം ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് പെയറിങ് നടക്കുക. ഓക്കെ, അതാണ് ഹൺസ് റൂൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ജസ്റ്റ് ആ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാലോ. എനിക്ക് അറിയുന്നതിനെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇനി പറയുന്നില്ല. ഓക്കെ അല്ലേ? ദെൻ 17ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് വൺ ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആൻസർ കമന്റ് ചെയ്യൂ. എ നോക്കാം. ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടു 4π. അത് കറക്റ്റ് ആണ്. എ ശരിയാണ്. ഇനി ബി എന്താ പറയുന്നത്? ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ഡ്യൂ ടു ഗ്രേറ്റർ എക്സ്ചേഞ്ച് എനർജി, ഗ്രേറ്റർ സിമെട്രി ആൻഡ് മോർ ബാലൻസ്ഡ് അറേഞ്ച്മെന്റ്. ശരിയല്ലേ? നമ്മൾ നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു
ക്രോമിയത്തിനും അതുപോലെ കോപ്പറിനും അതിന്റെ ഫില്ലിങ് നടക്കുന്നത് എന്ത് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൺസിബിൾ പ്രകാരമല്ല, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടന്നിരുന്നു. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ അതെന്ത് ഹാഫ് ഫീൽഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ക്രോമിയത്തിൽ. അതുപോലെ കോപ്പറിന്റെ കേസിലാണെങ്കിൽ അതെന്താണ് ഫുള്ളി ഫീൽഡ് ഡി ഓർബിറ്റൽ ആവാൻ വേണ്ടിയായിരുന്നു അവിടെ അതിന്റെ അറേഞ്ച്മെന്റ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് അങ്ങനെ വന്നു ചോദിച്ചാൽ ഹാഫ് ഫീൽഡിനും അതുപോലെ ഫുള്ളി ഫീൽഡിനും നമുക്കറിയാം അതിനെന്താണ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ആണ്. അതുപോലെ എന്താ അതിന്റെ റീസൺ, അതിന്റെ എക്സ്ചേഞ്ച് എനർജി കൂടുതലാണ്. അതുപോലെ സിമ്മട്രി എന്താണ് ഈ ഫുള്ളി ഫീൽഡിനും അതുപോലെ ഹാഫ് ഫീൽഡിന്റെ കേസിലും സിമ്മട്രിയും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് നമുക്ക് ഒരു എക്സെപ്ഷൻ കേസ് അവിടെ വന്നത്, ഹാഫ് ഫീൽഡും ഫുള്ളി ഫീൽഡ് കേസ് അവിടെ വന്നത്. ഇനി സി എന്ന് നോക്കൂ, the energy of 2s orbital is less than the energy of 2p orbital in case of hydrogen like atoms. അത് കറക്റ്റ് ആണോ? 2s എനർജി എന്താ പറയാ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ എന്താണ് the energy of 2s orbital is less than the energy of 2p orbital in case of hydrogen like atoms. അത് കറക്റ്റ് ആണോ? പറയൂ. അത് തെറ്റല്ലേ? അല്ലേ? തെറ്റാണ്. എനർജിയുടെ വ്യത്യാസപ്പെടില്ല. ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ആണ് പറഞ്ഞാലും ഇവിടെ 2s 2p കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ? ഇനി അപ്പൊ അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ ലാംഡ ഈക്വൽ ടു h ബൈ mv, വേർ m എന്ന മാസ്, v വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, അത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, എ കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, 2 electrons occupying the same orbitals are distinguished by. ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യൂ. ഡയറക്റ്റ് ചോദ്യം. ഒരേ ഓർബിറ്റലിലെ ഇലക്ട്രോൺസിനെ നമ്മൾ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ എങ്ങനെ, ഏത് വെച്ചിട്ടാ? ഏതാണ്? സ്പിന്നാണോ, പ്രിൻസിപ്പൽ ആണോ, മാഗ്നറ്റിക് ആണോ, അസിമുത്തൽ ആണോ? യെസ്, ഏതാണ്? സ്പിൻ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് എന്ത് നമ്മള് ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നത്. ദെൻ അടുത്ത് നോക്കൂ, ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ദ ഓർബിറ്റൽസ് ഫോർ വിച്ച് n equal to 3 and l equal to 1? എത്ര ഇലക്ട്രോണിന് പോസിബിൾ ആണെന്ന ചോദ്യം. ടോട്ടൽ അല്ല ചോദിച്ചിട്ടുള്ളത്. എവിടെ നോക്കുക, പ്രത്യേക ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ദ ഓർബിറ്റൽ, ഓർബിറ്റൽ ആണ്, ഓർബിറ്റൽസ് പറഞ്ഞിട്ടില്ല, ഓർബിറ്റൽ ഫോർ വിച്ച് n equal to 3 and l equal to 1. അപ്പൊ ആദ്യം അത് ഏതാ നോക്കാം. n equal to 3 പറഞ്ഞാൽ 3, l 1 പറഞ്ഞാൽ 3p ആണ്. 3pയിൽ നമുക്കറിയാം എത്ര ഓർബിറ്റൽ ഉണ്ട്, 3 ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ ആയിട്ട്. അങ്ങനെ അതിൽ ഓരോന്നിനും 2 വീതമാകുമ്പോൾ മൊത്തം 6 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം ശരിക്കും നോക്കൂ, ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ദ ഓർബിറ്റൽ. അത് ഓർബിറ്റലാണ്, 3 ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഓരോന്നിൽ എത്ര ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 2 ഇലക്ട്രോൺ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കുക. ടോട്ടൽ ഇലക്ട്രോൺസ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 6 കറപ്പിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 2 ആണ്. ഇത് എന്നല്ല, ഏത് ഓർബിറ്റിൽ ചോദിച്ചാലും അതിൽ മാക്സിമം എത്ര നമ്പറേ പാടുള്ളൂ? 2 നമ്പർ മാത്രമേ പാടുള്ളൂ. ഓക്കെ, അത് നമ്മള് പോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം. അതില് എന്താണ്, ഒന്ന് സ്പിൻ അപ്പ് ആണെങ്കിൽ മറ്റേത് സ്പിൻ ഡൗൺ ആയിട്ടാണ് നിൽക്കുക. അല്ലെങ്കിൽ ഒരേ ക്വാണ്ടം നമ്പറിൽ ഒരിക്കലും വേറൊരു ഇലക്ട്രോണിന് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാ ലാസ്റ്റ് ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യം. ആൻസർ കമന്റ് ചെയ്യൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് d orbitals will have electron density along the axis? കണ്ടോ, ആ ചിത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നു നോക്കൂ. ഇലക്ട്രോൺ ഡെൻസിറ്റി ആക്സിസിൽ വരുന്നത് ഏതിനാണ്, ഏതൊക്കെ ഷേപ്പിനാ? ആ ചിത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നോക്കാം. അതായത് ഡി എക്സ് വൈയും അതുപോലെ ഡി വൈ ഇസഡ് അതുപോലെ ഡി ഇസഡ് എക്സ്. ഓക്കെ, അത് ഈ പറഞ്ഞ 3 എന്തെന്നെയാ വരുന്നത്? ഈ രീതിയിലായിരിക്കും അതിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കുക, ഇവിടെ ആക്സിസിലാണോ? അല്ല. ഇനി ഡി ഇസഡ് സ്ക്വയർ പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, ഇസഡ് ആക്സിലൂടെ കറസ്പോണ്ടിങ് ആയിട്ടാണ് അതിന്റെ ഡയഗ്രം ഷേപ്പ് വരുന്നത്. ഇങ്ങനെ അതുപോലെ ഇങ്ങനെയാണ് എന്ത് നമ്മുടെ
ഡി ഇസഡ് സ്ക്വയറിന്റെ ഷേപ്പ് വരുന്നത്. എന്തിലൂടെ വരുന്നത്? അപ്പൊ അതിന്റെ ഡെൻസിറ്റി നമുക്കറിയാം, അത് ആക്സിസിലൂടെയാണ്. ഇവിടുത്തെ ആക്സിസിലല്ലായിരുന്നു. ഇനി നോക്കാം, അടുത്ത് നോക്കൂ. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് എങ്ങനെ വരിക? അതിന്റെ ഷേപ്പ് വരുന്നത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമാണ് അല്ലേ? ഡി ഇങ്ങനെ ഒന്ന് വരും, ഒന്ന് എക്സിലൂടെയും വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ? ഇവിടെ ആക്സിസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത് ആരാ? ഒന്ന് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും അതുപോലെ ഡി ഇസഡ് സ്ക്വയറും. ഓക്കെ അല്ല, ആ ഓപ്ഷൻ വരുന്ന ഏതാ? എ തെറ്റാണ്, ബി ആണോ? ബി തെറ്റാണ്, സി ആണോ? സി കറക്റ്റ് ആണ്. ഡി ഇസഡ് സ്ക്വയർ ദെൻ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ, ഡി തെറ്റ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആറ്റമിക് സ്ട്രക്ചറിലെ ഇതുവരെ നമ്മൾ വന്ന PYQs നമ്മൾ പറഞ്ഞു. അതുപോലെ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു 20ഓളം നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇനി ചോദ്യങ്ങൾ വരാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഇതിൽ വന്നിരുന്നു, അതുപോലെ ചേരുംപടി വന്നിരുന്നു. അപ്പോൾ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇതെന്ത് ചെയ്യുക, കംപ്ലീറ്റ് പഠിക്കുക. ഇതേ മോഡലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതുവരെ പറഞ്ഞതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? കമന്റ് ചെയ്യൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അപ്പൊ നമ്മള് ആറ്റമിക് സ്ട്രക്ചർ എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിപ്പോ 2 വീഡിയോസിലായിട്ട് തിയറി പാർട്ട് പറഞ്ഞു. അതുപോലെ ഫസ്റ്റ് പാർട്ടിന്റെ കുറെയൊക്കെ MCQs നമ്മൾ അന്ന് അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ഓക്കെ അല്ലേ? പറയൂ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് നോക്കുക. ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്.